السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد وعلى آله وأصحابه وأتباعه وأحبابه وأزواجه وذريات سيدنا ومولانا محمد صلى الله عليك يا رسول الله وسلم عليك يا حبيب الله وبارك عليك يا خير خلق الله. بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وحبيبنا محمدا صلى الله عليه وسلم عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. يا سادة البدر السلام عليكم. نرجو الغياث ونعتمي برماكم. يا سادة البدر السلام عليكم. نرجو الغياث ونعتمي بماكم. يا سادة البدر السلام عليكم. نرجو الغياث ونعتمي بماكم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. إني وإن مسني ضيم يروعني أقول يا سيد السادات يا سندي. ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്തിന്റെ കരുത്തരായ പ്രസിഡന്റ് അബൂബക്കർ സഖാഫി ഉസ്താദ് അവറുകൾ നമ്മുടെ ഈ മഹത്തായ സംഗമത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കുറഞ്ഞ സമയമാണെങ്കിലും അർത്ഥവത്തായ പ്രഭാഷണം നമ്മോട് നടത്തിയ ബഹുമാനപ്പെട്ട അബ്ദുൽ റാസിഖ് ഫൈദി, നമ്മുടെ ഖത്തീബ് ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട സഅദി ഉസ്താദ് അവറുകൾ, നല്ലവരായ കാരണവന്മാർ, പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സ്, നമ്മുടെ ഈ ഒത്തുചേരൽ, നമ്മുടെ ഈ സംസാരം നമ്മെ കേൾക്കുന്നതും ഹബീബായ സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ട് സന്തോഷിക്കുന്ന, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളായി അല്ലാഹു തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം സമാഗതമായതോടുകൂടി ലോകത്തിന്റെ ഏതെല്ലാം മുക്കുമൂലകളിൽ ഒരു തരിയെങ്കിലും ഈമാനിന്റെ അംശമുള്ള ആളുകൾ ജീവിക്കുന്നുണ്ടോ അവിടെയൊക്കെ വലിയ ആഘോഷത്തിന്റെ, ആവേശത്തിന്റെ തിമർപ്പിലാണ്. എല്ലായിടത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹിൽ ചാലിച്ചെടുത്ത പ്രഭാഷണത്തിലൂടെ, പാട്ടിലൂടെ, മറ്റു വിവിധ ഇന പരിപാടികളിലൂടെയുള്ള
വിവിധ ഇനം സദസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി നമ്മുടെ ഏഴുമാട് താജുൽ ഇസ്ലാം മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിക്ക് കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട മദ്ഹുർ റസൂൽ പ്രഭാഷണ വേദിയിലാണ് നാമൊക്കെയുള്ളത്. ഹബീബായ നബിത്തങ്ങളുടെ മദ്ഹുകൾ പറയാനും അവിടുത്തെ മഹബത്ത് വെക്കാനുള്ള ആവശ്യകതകൾ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ജീവിക്കാനും നമുക്കെല്ലാം അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മുടെ ജീവന്റെ ജീവനാണ്, നമ്മുടെ ഹൃദയത്തിന്റെ തുടിപ്പാണ്, നമ്മുടെ ചങ്കിലെ ചോരയാണ്, നമ്മുടെ ഈമാനിന്റെ അടിത്തറയാണ്, നമ്മുടെ എല്ലാമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആര് നമ്മെ കൈയൊഴിഞ്ഞാലും, ആര് നമ്മെ കൈവിട്ടാലും, ആര് നമ്മെ മറന്നുപോയാലും, നമ്മെ മറക്കാത്ത, നമ്മെ കൈവിടാത്ത, നമ്മെ കൈയൊഴിയാത്ത ഒരേ ഒരു നേതാവുണ്ടെങ്കിൽ സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. മനുഷ്യരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സ്നേഹവലയങ്ങളുണ്ട്. വിവിധ ഭാഗങ്ങളിൽ, വിവിധ മാർഗങ്ങളിൽ ഒരുപാട് സ്നേഹവലയങ്ങളുള്ളവരാണ് മനുഷ്യരായ നാം എല്ലാവരും. എന്നാൽ നമ്മുടെ സ്നേഹവലയങ്ങളിലുള്ള ഏതു കണ്ണികൾ അറ്റുപോയാലും, ഏത് ഭാഗങ്ങൾ അറ്റുപോയാലും ഒരിക്കലും മറ്റുപോകാത്ത സ്നേഹത്തിന്റെ കവചമാണ്, സ്നേഹത്തിന്റെ നിറകുളമാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയാം, നമ്മുടെ ആത്മമിത്രങ്ങളായി കഴിയുന്ന ആളുകൾ, ഞാൻ എന്നാൽ നീയാണ്, നീ എന്നാൽ ഞാനാണ് എന്ന രൂപത്തിൽ ജീവിക്കുന്ന നമ്മുടെ ആത്മമിത്രങ്ങൾ, ആ ആത്മസുഹൃത്തുക്കൾ നമ്മെ മറന്നു പോകുന്ന ഘട്ടങ്ങൾ വന്നാലും, അതല്ലെങ്കിൽ ഒരു നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം ആ നേതൃത്വം തന്റെ അനുയായികളെ സ്നേഹിക്കുന്നു, അനുയായികൾ നേതൃത്വത്തെ സ്നേഹിക്കുന്നു. ഈ രണ്ടു ഭാഗത്തു നിന്നും ആ സ്നേഹത്തിന്റെ മാർഗങ്ങൾ അടഞ്ഞു പോയാലും എന്ന് വെക്കേണ്ട, നമ്മുടെ ജന്മത്തിന് കാരണമായ നമ്മുടെ സ്വന്തം പിതാക്കന്മാര് നമ്മെ മറന്നുപോയാലും, നമ്മെ വളരെയേറെ സ്നേഹിച്ചും ലാളിച്ചും വളർത്തിയുണ്ടാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാർ നമ്മെ മറന്നുപോയാലും, നമ്മുടെ കിടപ്പറയിലെ പങ്കാളിയും എല്ലാ സ്നേഹ ദുഃഖ, എല്ലാ സന്തോഷ സന്താപഘട്ടങ്ങളിലും നമ്മുടെ പങ്കാളികളായ നമ്മുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ നമ്മെ മറന്നുപോയാലും എന്ന് വെക്കണ്ടോ പ്രിയപ്പെട്ട ഉമ്മമാരെ, 10 മാസം ഗർഭം ചുമന്ന് വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് ഗർഭകാലത്ത് ഛർദിയായി, തലചുറ്റലായി, മറ്റു അസ്വസ്ഥതകളായി നാം ഗർഭം ചുമന്നു 10 മാസം കഴിഞ്ഞപ്പോ പ്രസവത്തിന്റെ സമയമായ സമയത്ത് മരണത്തിന്റെ പകുതി വേദനയും സഹിച്ച് നൊന്തുവെച്ച നമ്മുടെ മക്കൾ നിലത്ത് വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന രൂപത്തിൽ നാം മാറ്റി നോക്കി വളർത്തിയുണ്ടാക്കിയ മക്കൾ, ആ മക്കൾ നമ്മെ കൈവഴിഞ്ഞാലും, ഓ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഏതൊരു മക്കൾക്ക് വേണ്ടിയാണോ നമ്മുടെ ചോര നീരാക്കി കഠിനാധ്വാനം ചെയ്ത് നാം ജോലിയെടുത്തത്, ആർക്ക് വേണ്ടിയാണോ നാം പണിയെടുത്ത് പണമുണ്ടാക്കിയിട്ട് നാം കഠിനാധ്വാനം ചെയ്തത്, ആ മക്കൾ നമ്മെ കൈവിട്ടാലും ഒരിക്കലും നമ്മെ മറന്നു പോകാത്ത ഒരേ ഒരു നേതാവ് ലോകത്തുണ്ടെങ്കിൽ സയ്യിദുൽ വജൂദി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അറിയുമോ നിങ്ങൾക്ക്, നമുക്ക് വേണ്ടി എത്രയാണ് അവിടുന്ന് ശബ്ദിച്ചത്, നമുക്ക് വേണ്ടി എത്രയാണ് അവിടുന്ന് പ്രവർത്തിച്ചത്, നമുക്ക് വേണ്ടി എത്രയാണ് അവിടുന്ന് കരഞ്ഞത്. കരഞ്ഞു കരഞ്ഞ് കണ്ണുനീരുകൾ ഇറ്റിറ്റ് വീണത് ഒരു സന്ദർഭത്തിലല്ല, എത്രയെത്ര സന്ദർഭങ്ങളിലാണ്. സുബ്ഹാനല്ലാഹ്, തന്റെ വ്യക്തിപരമായ എന്തെങ്കിലും ആപൽഘട്ടങ്ങളിൽ, വിഷമഘട്ടങ്ങളിൽ കരഞ്ഞിട്ടില്ലാത്ത മുത്തുനബി തന്റെ കുടുംബത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ പട്ടിണി കടന്നിട്ട്
വയറൊട്ടി പിടിച്ച് ജീവിക്കുന്ന തന്റെ കുടുംബത്തിന്റെ അവസ്ഥയോട് കരയാത്ത ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കരഞ്ഞത് ഈ ഉമ്മത്തിലെ അവസാനത്തെ കണ്ണിയും കൂടി ഒതുങ്ങുന്ന ഈ ഉമ്മത്തിന്റെ കാര്യമോർത്തുകൊണ്ടാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സമയത്ത് തന്റെ വീട്ടിൽ നിന്ന് പാരായണം ചെയ്യുന്നു സൂറത്ത് ഇബ്രാഹിം. സൂറത്ത് ഇബ്രാഹിം ഇങ്ങനെ പാരായണം ചെയ്യുകയാണ്. അങ്ങനെ സൂറത്ത് ഇബ്രാഹിം ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ അതിൽ നിന്നൊരു ആയത്ത് എത്തുകയുണ്ടായി. റബ്ബി ഇന്നഹുന്ന അദ്ളൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ അസ്വാനി ഫഇന്നക ഗഫൂറുർ റഹീം. ഈ ആയത്ത് എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓത്ത് അവിടെ നിർത്തി. ഓത്ത് നിർത്തിയിട്ട് ഹബീബായ നബി തങ്ങൾ കരയാൻ തുടങ്ങി. വല്ലാത്ത കരച്ചിൽ, കരഞ്ഞു 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 കലങ്ങിയ കണ്ണുകളോടുകൂടി ഹബീബായ നബി തങ്ങൾ ഒരു മണിക്കൂറല്ല, ഒരു ദിവസമല്ല, 2 ദിവസം നീണ്ടു നിൽക്കുന്ന കരച്ചിൽ. ആരോടും മിണ്ടാട്ടമില്ല, ആരോടും സംസാരമില്ല, ഒരാളോടും തമാശകളില്ല, ഒരാളോടും ഒരു കാര്യവും സംസാരിക്കുന്നില്ല. പള്ളിയിൽ പോകുന്നു, നിസ്കരിക്കുന്നു, വീട്ടിലേക്ക് വരുന്നു. വല്ലാത്തൊരവസ്ഥയിലാണ് ഹബീബായ നബി തങ്ങളുള്ളത്. വല്ലാതെ കരഞ്ഞിരിക്കുമ്പോൾ ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇദ്ഹബ് യാ ജിബ്രീൽ, ഓ ജിബ്രീലേ, നബി തങ്ങളുടെ അടുക്കലേക്ക് പോകണം. അങ്ങനെ ആ മുഹമ്മദ് നബിയോട് ചോദിക്കണം, മാ യുബ്കീക്, എന്തിനാണെന്ന് കരയുന്നത്, എന്തിനാണെന്ന് കരയുന്നത് എന്ന് മുഹമ്മദ് നബിയോട് ചോദിക്കണം. നസല മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ഹബീബിന്റെ തിരുചാരത്തേക്ക് കടന്നു വരുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയെ, എന്തിനാണ് കരയുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്, എന്തിനാണ് അങ്ങ് അവിടുന്ന് അല്ലാതെ കരഞ്ഞു പോകുന്നത്? ഹബീബായ നബി തങ്ങളുടെ മറുപടി, പിശാചുക്കൾ എന്റെ ഉമ്മത്തിനെ പഴപ്പിക്കുമ്പോൾ എന്റെ ഉമ്മത്തിന്റെ കാര്യമെന്താണ്? ഇതോർത്തുകൊണ്ടാണ് ഞാൻ കരയുന്നത്. എന്റെ ഉമ്മത്തിനെ സംബന്ധിച്ച്, എന്റെ സമുദായത്തിനെ സംബന്ധിച്ച് പടച്ചറപ്പിന്റെ അടുക്കൽ നിന്നുള്ള തീർപ്പ് വരുന്നത് വരെ കരച്ചിൽ നിർത്താൻ കഴിയൂല. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള സന്ദേശം ജിബ്രീൽ അലൈഹിസ്സലാം അറിയിക്കുകയാണ്, ഓ നബിയേ, ഇന്നാ സനുർദീക ഫതല്ലാഹ്, നബിയേ, അങ്ങയെ നാം തൃപ്തിപ്പെടുന്നു, അങ്ങയെ നാം ഇഷ്ടപ്പെടുന്നു, അങ്ങയെ നാം വിഷമിപ്പിക്കൂല നബിയേ. അങ്ങേക്ക് ഇഷ്ടമാകുന്നത് വരെ, അങ്ങേക്ക് പൊരുത്തമാകുന്നത് വരെ അങ്ങേക്ക് ഞാൻ വേണ്ടതൊക്കെ ചെയ്യാം നബിയേ. അല്ലാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഈ സന്ദേശം ഹബീബായ നബി തങ്ങളിൽ എത്തിയപ്പോഴാണ് ആ കരച്ചിലൊന്ന് നിർത്തിവെച്ചത്. ഇതേ ആശയമല്ലേ സൂറത്തുൽ ദുഹായിൽ കാണാൻ കഴിയുന്നത്? വദ്ദുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർദാ. നബിയേ, അങ്ങേക്ക് അല്ലാഹു നൽകും. ഫതർദാ,
അപ്പോൾ അങ്ങേക്ക് ഇഷ്ടമാകും, അങ്ങേക്ക് സന്തോഷമാകും. അങ്ങേക്ക് സന്തോഷമാകുന്നത് വരെ അങ്ങേ റബ്ബ് അങ്ങേക്ക് നൽകും നബിയേ. ഈ സമയത്ത് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതെന്താ എന്നറിയുമോ നിങ്ങൾക്ക്? ഹബീബായ നബി തങ്ങൾ അവിടുന്ന് പറയുകയാണ്, ഇദല്ല അല്ലാഹ് വവാഹിദ് മിൻ ഉമ്മതി ഫിന്നാർ. എനിക്കിഷ്ടമാകൂല അല്ലാഹ്, എനിക്ക് പൊരുത്തമല്ല അല്ലാഹ്, എനിക്കിഷ്ടമല്ല അല്ലാഹ്, വവാഹിദും മിൻ ഉമ്മതി ഫിന്നാർ. എന്റെ സമുദായത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾ ഏതെങ്കിലും ഒരൊറ്റ വ്യക്തിയെങ്കിലും നരകത്തിലുണ്ടോ? അവരെ കരകയറ്റാതെ എനിക്ക് പൊരുത്തമല്ല അല്ലാഹ് എന്ന് പറഞ്ഞു കരഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞല്ലോ, ഒരു സമയത്തല്ല, എത്രയോ സന്ദർഭങ്ങളിൽ, എല്ലാ സന്ദർഭങ്ങളിലും അവിടുത്തെ ചിന്ത എന്റെ ഉമ്മത്തി എന്നാണ്. ആഖിർ സമാനിൽ ജീവിക്കുന്ന ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓ ഈമാനുള്ള എന്റെ ഉമ്മമാരെ, നമ്മെ ഓർത്തു കരഞ്ഞ ഒരു നേതാവ്, നമ്മുടെ വിജയത്തിന് വേണ്ടി ഓർത്തു കരഞ്ഞ നേതാവ് നബി തങ്ങളെയല്ലാതെ മറ്റു ആരെ കാണാനാ? എത്രത്തോളം എന്നറിയുമോ നിങ്ങൾക്ക്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന്റെ സമയം, അവിടുന്ന് ലോകത്തോട് ഫിറാഖാകുന്ന സമയം, ആ സമയത്തും ഓർത്തു കരഞ്ഞത് നമ്മുടെ വിഷയം ഓർത്തുകൊണ്ട് മാത്രമാണ്. അറിയില്ലേ നിങ്ങൾക്ക്? ഒരു സ്വഫർ മാസത്തിലല്ലേ, അവസാനത്തെ ബുധനാഴ്ചയല്ലേ ഹബീബായ നബി തങ്ങൾക്ക് രോഗം പിടിപെട്ടത്? എന്തായിരുന്നു രോഗം? പനിയാണ്, തലവേദനയാണ്. അവിടത്തേക്ക് മരണകാരണമായി സംഭവിച്ച രോഗം പനിയാണെന്നും തലവേദനയാണെന്നും പറയുന്ന പണ്ഡിതന്മാരും, പനിയും തലവേദനയും കൂടിയായിരുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട്. എന്നാൽ ആദ്യമായി നബി തങ്ങൾക്ക് പനി പിടിപെടുമ്പോൾ, തലനൊമ്പരം വരുമ്പോൾ മൈമൂനത്ത് ബീവിയുടെ വീട്ടിലാണ്. വകാത്തിദാഉ മറദി മൗതിഹി ഫീ ബൈതി മൈമൂന. മൈമൂനത്ത് ബീവി റളിയല്ലാഹു അൻഹായുടെ വീട്ടിൽ നിൽക്കുമ്പോഴാണ് പനി വരുന്നത്. സുബ്ഹാനല്ലാഹ്, പനി മൂർച്ഛിച്ചു, പനി അധികരിച്ചു വന്നു, തലവേദന കൂടി വന്നു. നേരത്തെ ഖതീബ് ഉസ്താദിയോട് പറഞ്ഞല്ലോ, തന്റെ ഭാര്യമാർ ഹബീബായ നബി തങ്ങൾ വഫാത്താകുന്ന സമയത്തും 9 ഭാര്യമാർ ഹയാത്തിലുണ്ട്. അവിടെ സൗന്ദര്യമുള്ളവരെന്നോ സൗന്ദര്യമില്ലാത്തവരെന്നോ, അതെ, ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ കുറഞ്ഞവരോ കൂടിയവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരോടും സമമായി പെരുമാറിയ, നീതിയോടുകൂടി പെരുമാറിയ ലോകത്തെ ഏറ്റവും വലിയ നീതിമാൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂന ബീവിയുടെ വീട്ടിൽ നിന്ന് ആ പനി വന്ന സമയത്ത്, വിഷമത്തിലായ സമയത്ത്, മഹാനായ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ചോദിക്കുന്നു, നാളെ എന്റെ ഊഴം എവിടെയാണ്? ഞാൻ നാളെ ഏത് ഭാര്യയുടെ അടുക്കലേക്കാണ് പോവേണ്ടത്? അങ്ങനെ അടുത്ത ഭാര്യയുടെ വീട്ടിലേക്ക് പോകുന്നു. മാറി മാറി താമസിക്കുന്നു. നബി തങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. രോഗം മൂർച്ഛിച്ചു പോയി, അധികരിച്ചു പോയി.
രണ്ടാളുകളുടെ സഹായം കൂടാതെ വലത്തും ഇടത്തും നിന്നിട്ട് ഓരോരുത്തർ താങ്ങി പിടിക്കാതെ നിബിതങ്ങൾക്ക് നടക്കാൻ കഴിയുന്നില്ല. തന്റെ ഭാര്യമാരെ വിളിച്ചു കൂട്ടിയിട്ട് ഭാര്യമാരോട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട ഭാര്യമാരെ, ഇതുവരെ എന്റെ ആരോഗ്യ സമയത്ത് എനിക്ക് ആരോഗ്യമുണ്ടായപ്പോ നിങ്ങളുടെ എല്ലാവരുടെ വീടുകളിലേക്കും വ്യത്യാസമില്ലാതെ ഞാൻ വന്നിട്ടുണ്ട്. ഇനി എനിക്ക് വരാൻ കഴിയൂല. നിങ്ങൾ ഓരോരുത്തരുടെ വീട്ടിലേക്ക് കടന്നു വരാനുള്ള ആരോഗ്യമില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ആയിഷാന്റെ അടുക്കലൊന്ന് താമസിക്കാൻ സമ്മതം തരുമോ? ഹബീബായ നബി തങ്ങൾ ഉൾക്കൊണ്ട, ഹബീബായ നബി തങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റിയ, ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് ചെറിയൊരു ന്യൂനത പോലും പറയാനില്ലാത്ത ഉമ്മാത്തുൽ മുഅ്മിനീൻ, നമ്മളെ പ്രിയപ്പെട്ട ഉമ്മാർ, മുത്തുനബിയുടെ ഭാര്യമാർ എല്ലാവരും പറഞ്ഞു, നബിയേ, പ്രയാസഘട്ടത്തിൽ, ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അങ്ങേക്ക് സമാധാനമായി ആയിഷയാണോ? ഞങ്ങൾക്കാർക്കും കുഴപ്പമില്ല. ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു തിങ്കളാഴ്ച ദിവസമാണത്. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് കയറി ചെന്നിട്ട് തലവേദനയായി, ശക്തമായ പനിയായി തളർന്ന് കിടക്കുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു പോകുന്നു. ഒരു ദിവസം നബി തങ്ങൾ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോയി. തന്റെ കൂട്ടുകാരെ കൈ പിടിച്ചിട്ട്, സ്വഹാബത്തിന്റെ കൈയും പിടിച്ചിട്ട് പള്ളിയിലേക്ക് പോയി. ശക്തമായ തലവേദനയുണ്ട്. ആ തലവേദനയുള്ള ഹബീബായ നബി തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ആയിഷ ബീവി നിൽക്കുന്നു. അന്ന് ആയിഷ ബീവിക്ക് തലവേദനയുണ്ട്. ശക്തമായ തലവേദന ആയിഷ ബീവിക്കുമുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അതാ തന്റെ വീട്ടിലേക്ക് അങ്ങ് കയറി വന്നപ്പോൾ ആയിഷ ബീവി പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, തലവേദനയുണ്ട്, വല്ലാത്ത വേദനയുണ്ട്, സഹിക്കാൻ കഴിയുന്നില്ല. ആ സമയത്ത് ഭാര്യമാർക്ക് എന്തു പ്രയാസം വന്നാലും, ഭാര്യമാർക്ക് എന്ത് സുഖം വന്നാലും, ഭാര്യമാർക്ക് എന്ത് പ്രതിസന്ധികൾ വന്നാലും വളരെ മയത്തോടെ സമാധാനത്തിന്റെ, സമാശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞ് കൂടെ നിൽക്കുന്ന ഹബീബായ മുത്തൊടി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, ആയിഷ, ബൽ അന വാറസ, ആയിഷ, നിനക്ക് തലവേദനയുണ്ട് ശരിയാ, പക്ഷേ നിന്റെ തലവേദനയെക്കാളും എത്രയോ മടങ്ങാണ് എന്റെ തലവേദന. എന്റെ തലക്കുള്ള വേദന സഹിക്കാൻ പറ്റുന്നില്ല. ദിവസങ്ങൾ കഴിയുന്നു. ഒരു തിങ്കളാഴ്ച ദിവസമല്ലേ ആയിഷ ബീവിന്റെ വീട്ടിലേക്ക് മുത്തുനബി തങ്ങൾ വന്നത്. അടുത്ത തിങ്കളാഴ്ചയാകുന്നു. റസൂലുള്ളാഹിക്ക് അനങ്ങാൻ കഴിയുന്നില്ല, തിരിയാൻ കഴിയുന്നില്ല. വല്ലാത്ത വിഷമത്തിലാണ്, തളർന്നു കിടക്കുന്നു. മുത്തുനബി മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈക യാ ഹബീബല്ലാഹ്. അവിടുന്ന് ഇങ്ങനെ കിടക്കുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഖുതുബ ഓതിയപ്പോൾ ഖതീബ് ഉസ്താദ് ഓതിയത് നിങ്ങൾ കേട്ടു. അല്ലാഹുവിന്റെ ഹബീബിന്റെ വഫാത്തിന്റെ സമയത്ത് ഫാത്തിമ ബീവി പറയുന്നുണ്ട്, വാ അബാ ഹസൻ
ഹുസൈൻ റളിയല്ലാഹു അൻഹു കരഞ്ഞു പറയുന്നുണ്ട്, തങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ ഒരു ഭാഗത്ത് ആയിഷ ബീവി കരച്ചിലാ. റസൂലുള്ളാഹിന്റെ ഈ കിടപ്പ് കാണാൻ കഴിയുന്നില്ല. തൊട്ടപ്പുറത്ത് ഫാത്തിമ കരയുന്നു. പ്രിയപ്പെട്ട ഉപ്പാന്റെ കിടപ്പ് കാണാൻ കഴിയുന്നില്ല. ഈ നിലക്ക് വല്ലാത്ത സങ്കടത്തിൽ വല്ലാത്ത വിഷമത്തിൽ നിൽക്കുമ്പോഴാണ് തന്റെ റൂമിന്റെ വാതിലിനപ്പുറത്തിൽ നിന്ന് സലാം കേൾക്കുന്നു. അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ്വ. സലാം കേട്ടപ്പോൾ ഫാത്തിമ ബീവിയാ മറുപടി പറഞ്ഞത്, ഇപ്പോൾ എന്റെ ഉപ്പാന്റെ അടുക്കലേക്ക് വരാൻ പറ്റിയ സമയമല്ല. ഉപ്പാക്ക് വിഷമമാണ്, സംസാരിക്കാൻ കഴിയൂല. നിങ്ങൾ പോയിട്ട് പിന്നെ വന്നോ. അതാ രണ്ടാമതും സലാം കേൾക്കുന്നു. മൂന്നാമത്തെ തവണ അസ്സലാമു അലൈക്കും യാ അഹ്ല ബൈത്തിൻ നബുവ്വ പറഞ്ഞപ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഫാത്തിമ കതകൊന്ന് തുറന്നു കൊടുക്കൂ, വാതിലൊന്ന് തുറന്നു കൊടുക്കൂ. ഫാത്തിമ ബീവി വാതിലങ്ങ് തുറക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവി പേടിച്ചു പോയി. ഇന്ന് വരെ അങ്ങനത്തെ മുഖം കണ്ടിട്ടില്ല. ഇന്ന് വരെ കണ്ടു പരിചയമില്ലാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം. അതാ റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിലേക്ക് കയറി വരുന്നു. വന്നപ്പോഴല്ലേ ആരാ വന്നതെന്നറിയോ? മലക്കുൽ മൗത്ത് ഇസ്രാഈൽ. പൊന്നാര നബി തങ്ങളുടെ മുമ്പിലേക്ക് അങ്ങ് വന്നിട്ട് നബി തങ്ങൾക്ക് സലാം പറഞ്ഞിട്ട് നബി തങ്ങളോടായി ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അങ്ങയുടെ അടുക്കലേക്ക് അല്ലാഹു പറഞ്ഞയച്ചതാണ്. എന്തിനാ ഇസ്രായേലേ വന്നത്? എന്റെ വിവരം അറിയാനാണോ? കാര്യം തിരക്കിയപ്പോൾ ഇസ്രായേൽ പറഞ്ഞു, യാ നബിയല്ലാഹ്, അങ്ങേക്കു സമ്മതമാണെങ്കിൽ റൂഹ് പിടിക്കാനും അല്ലെങ്കിൽ വിവരം അന്വേഷിച്ച് സുഖവിവരം അന്വേഷിച്ച് മടങ്ങിപ്പോകാനുമാ. ഹബീബ് പറഞ്ഞു, കുഴപ്പമില്ല, എന്റെ റൂഹ് പിടിക്കാം, എന്റെ റൂഹ് പിടിക്കാം. പക്ഷേ എന്റെ എല്ലാ സന്ദർഭങ്ങളിലും എന്റെ എല്ലാ പ്രയാസഘട്ടങ്ങളിലും എനിക്ക് താവും തണലുമായി എന്റെ മുമ്പിലേക്ക് വരാറുള്ള മുഖറബുൽ അംലാഖ് ജിബ്രീൽ എവിടെ? ജിബ്രീൽ വരുന്നു, റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വരുന്നു. ജിബ്രീലിനോട് പറയുന്നു, യാ ജിബ്രീൽ, ഞാൻ ഇന്ന് വരെ ജീവിച്ച ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞിട്ട് എന്റെ യജമാനായ റബ്ബിന്റെ അടുക്കലേക്ക് യാത്ര പോവുകയാണ്. എനിക്ക് സമാധാനത്തിന്റെ വാക്കൊന്ന് പറഞ്ഞു തരൂ. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, ഇന്നല്ലാഹ മുസ്താഖുൻ ഇലാ ലിഖാഇക. അങ്ങേ കാണാൻ, അങ്ങയെ സ്വീകരിക്കാൻ വാനലോകത്തുള്ള മലക്കുകളെല്ലാം കാത്തു നിൽക്കുന്നു. അല്ലാഹു ആഗ്രഹിക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബിന്റെ മറുപടി എന്താ എന്നറിയോ? എനിക്കത് കേൾക്കേണ്ടതില്ല. ഞാൻ ഇവിടെ നിന്ന് മരിച്ചു പോയാൽ എന്റെ സമുദായത്തിന്റെ കാര്യമെന്താ? എന്റെ ഉമ്മത്തിന്റെ വിവരമെന്താ? അതാരാണ് ഏറ്റെടുക്കുക? ഇതാണ് എനിക്കറിയേണ്ടത്. ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബിയോട് പറയുന്നു, യാ നബിയല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, അങ്ങയുടെ ഉമ്മത്തിന്റെ കാര്യം അല്ലാഹു ഏറ്റെടുത്തു കഴിഞ്ഞു. ഇത് പറഞ്ഞപ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബിന് തെല്ലൊന്ന് സമാധാനമായത്. റൂഹ് പിടിക്കാൻ തുടങ്ങി. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം
ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മടിയിൽ തലവെച്ചിട്ട് ഇങ്ങനെ കടക്കുമ്പോഴോ കാലിന്റെ വിരൽത്തുമ്പിൽ നിന്ന് റൂഹങ്ങ് പിടിക്കാൻ തുടങ്ങി. വല്ലാത്ത വേദനയുണ്ട്, സഹിക്കാൻ പറ്റാത്ത വേദനയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട മുത്തായ ലോകത്തിന്റെ നേതാവ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മാറത്തേക്കും തലവെച്ചിട്ട് ചാരിയങ്ങ് കടന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയൊരു തുണി കഷ്ണം എടുത്തിട്ട് വെള്ളത്തിൽ ഒപ്പിയിട്ട് ഇങ്ങനെ ഒപ്പിക്കൊടുക്കുന്നു. അല്ലാഹുവിന്റെ ഹബീബ് അസ്റായീലിനോട് പറയാ, അസ്റായീൽ സഹിക്കാൻ പറ്റുന്നില്ല, സഹിക്കാൻ കഴിയുന്നില്ല. ആരാ പറയുന്നത്? ലോകത്തിന്റെ നേതാവ് സയ്യിദുൽ വജൂദി മുഹമ്മദ് റസൂലുള്ളാഹ്. മരണത്തിന്റെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. അസ്റായീൽ ഒന്ന് പതുക്കെ പിടിക്കുമോ? അസ്റായീലിന്റെ മറുപടിയോ, റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, ഒരുപാട് അമ്പിയാക്കന്മാർ റൂഹിക്കൈ കൊണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്. ചെറിയ ചോര പൈതലുകളുടെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് രാജാക്കന്മാരുടെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട്. ഒരുപാട് ഔലിയാന്റെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രക്കൊരു വിഷമം എനിക്കുണ്ടായിട്ടില്ല നബിയേ. അങ്ങയുടെ റൂഹിനെ പിടിച്ചതുപോലെ, അങ്ങയുടെ റൂഹിനെ പിടിക്കുന്നത് പോലെ ഒരാളുടെ റൂഹിനെ ഞാൻ പിടിച്ചിട്ടില്ല. അത്രക്കും മയമായി, അത്രക്കും ലളിതമായി, അത്രക്കും വളരെ എളുപ്പത്തിലായി അങ്ങയുടെ റൂഹ് ഞാൻ പിടിക്കുന്നു. യാ ഹബീബല്ലാഹ്. ഇത് പറയുമ്പോഴല്ലേ അല്ലാഹുവിന്റെ ഹബീബ് തൊട്ടടുത്ത് നിൽക്കുന്ന ആയിഷയോട്, ഫാത്തിമയോട് വിളിച്ചു പറയുകയാണ്, അലാ ഇന്നലിൽ മൗതി ലസക്കറാത്ത്. അറിയണേ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രക്കുമേൽ ലളിതമായ മയമായ രൂപത്തിൽ റൂഹ് പിടിക്കപ്പെട്ടിട്ടില്ല ലോകത്ത് ഒരാളുടേതും. ആ ഫിറാഖിന്റെ സമയത്ത് പോലും, ആ മരണത്തിന്റെ വേളയിൽ പോലും ഉമ്മത്താകുന്ന നമ്മുടെ കാര്യമോർത്ത് കരഞ്ഞ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ ചൊല്ലണം സ്വലാത്ത്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ എന്റെ ശബ്ദം കേൾക്കുന്ന നല്ലവരായ കാരണവന്മാരെ, എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഓ രക്തത്തിളപ്പുള്ള ചെറുപ്പക്കാരെ, നല്ലവരായ യുവതി സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, ഈ ഹബീബിനെയല്ലാതെ, ഈ നേതാവിനെയല്ലാതെ, ഈ മുത്തിനെയല്ലാതെ മറ്റു ആരെ സ്നേഹിക്കാനാ? അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തനബിയെ സ്നേഹിക്കാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറഞ്ഞു. പക്ഷേ ഇവിടെ നാം മനസ്സിലാക്കേണ്ടതോ, എന്നെ സ്നേഹിക്കണം എന്ന് മാത്രം പറഞ്ഞു വെച്ച് പോയ പ്രവാചകരല്ല, അങ്ങനത്തെ ഒരു നേതാവല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? സ്നേഹത്തിന്റെ ഏതെല്ലാം തലങ്ങളാണ് ഉള്ളത്? സ്നേഹത്തിന്റെ മധുരം എന്താണ്? എല്ലാം ജീവിതത്തിൽ കാണിച്ചു തന്ന ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണം. ഒരു സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിൽ നിന്ന് പറയുന്നുണ്ട്, ഓ നബിയേ, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്. എന്റെ ശരീരം മാറ്റിവെച്ചാൽ, എന്റെ ശരീരം മാറ്റിവെച്ചാൽ
ബാക്കി എല്ലാത്തിനേക്കാളും കൂടുതൽ അല്ലാഹുവിന്റെ ഹബീബെ അങ്ങേ ഞാൻ ഇഷ്ടപ്പെടുന്നു. അല്ലാഹുവിന്റെ ഹബീബ് എന്നാ പറഞ്ഞത്? ഓർമ്മരെ നിങ്ങളുടെ ഈമാൻ പൂർത്തിയായിട്ടില്ല. ആരോടാ പറയുന്നത്? അയ്യിദിൽ ഇസ്ലാമ ബിഅഹദിൽ ഉമറൈൻ. രണ്ടാളുകൾ മറന്നുകൊണ്ട് ഇസ്ലാമിനെ ശക്തിപ്പെടുത്തണമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തിട്ട് ആ തഈദുൽ ഇസ്ലാമിന്റെ ശാക്തീകരണത്തിലേക്ക് വല്ലാത്ത തൗഫീഖ് ലഭിച്ച ഉമർ ഇബ്നുൽ ഖത്താബ്. അവിടുത്തെ കാരണത്താൽ എത്ര ആയത്തുകളാ പരിശുദ്ധ ഖുർആനിൽ ഇറങ്ങിയത്. ആ അല്ലാഹുവിന്റെ ഹബീബിന്റെ എല്ലാ ഘട്ടങ്ങളിലും തന്റെ കൂടെ നിന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളോട് പറയാ, അല്ലാഹുവിന്റെ ഹബീബ്, ആ സമയത്ത് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. അപ്പോഴല്ലേ ഉമർ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, എന്റെ നഫ്സിനെക്കാളും എന്റെ ശരീരത്തെക്കാളും അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു യാ റസൂലല്ലാഹ്. ഇപ്പോഴാണ് നിങ്ങൾ മുഅ്മിനായത്. ഇപ്പോഴാണ് നിങ്ങൾക്ക് കാമിലായ ഈമാൻ വന്നത്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ പ്രിയപ്പെട്ടവരെ, പലരെയും നാം സ്നേഹിക്കുന്നുണ്ട്. നമ്മുടെ സ്നേഹവലയങ്ങൾ വിശാലമാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ സ്നേഹവലയങ്ങൾ വളരെ വിശാലമായി കിടക്കുകയാണ്. പലതിന്റെ പേരിലും പല ആവശ്യത്തിന് വേണ്ടിയും പല കാരണത്തിന് വേണ്ടിയും പലരെയും നാം സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ ഏതെല്ലാം അർത്ഥത്തിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരാളെ, മറ്റൊരു വസ്തുവിനെ സ്നേഹിക്കേണ്ടതുണ്ടോ, ആ മാർഗങ്ങൾ, ആ ഗുണങ്ങൾ, ആ വിശേഷണങ്ങൾ മുഴുവനും 100% സമ്മേളിച്ച ഒരേ ഒരു നേതാവ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വല്ലാതെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. എന്താണത്? നാം പലരെയും സ്നേഹിക്കുന്നുണ്ട്. ഓ ഈമാനുള്ള ചെറുപ്പക്കാരെ നാം ശ്രദ്ധിക്കണം. ഓ ഈമാനുള്ള കാരണവന്മാരെ, പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരിമാരെ നാം ശ്രദ്ധിക്കണം. ആധുനിക യുഗത്തിൽ എന്തിന്റെയൊക്കെ പേരിലാണ്, ആരെയൊക്കെയാണ് നാം സ്നേഹിക്കുന്നത്? അനാവശ്യ പ്രവർത്തനങ്ങൾ നടത്തി സിനിമയുടെ മറ്റു പല രൂപത്തിലൂടെയും കഴിവ് തെളിയിച്ച ആളുകൾ സിനിമാ നടന്മാരെയും നടിമാരെയും സ്നേഹിച്ചും അവരെ ബഹുമാനിച്ചും, അതേപോലെ ഫുട്ബോൾ കളിയിലും ക്രിക്കറ്റ് കളിയിലും മറ്റു കളികളിലും കളിക്കുന്ന ഉന്നതരായ ആളുകളെ സ്നേഹിച്ചിട്ട് അവരോട് അനുകരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിന്റെ ശൈലി മാറ്റുന്നുവെങ്കിൽ, ഹെയർ കട്ടിങ് വരെ അവരെ ആശ്രയിച്ചുകൊണ്ടാണ് നടത്തുന്നതെങ്കിൽ വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബായ നബിതങ്ങൾ ഉമ്മത്തുകളാകുന്ന നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അൽ മർഉ മഅ മൻ അഹബ്ബ. ആരെയാണോ സ്നേഹിക്കുന്നത്, അവന്റെ കൂടെ അവനുണ്ടാവുക. സിനിമാ നടന്മാരെയാണോ സ്നേഹിക്കുന്നത്, സിനിമാ നടിമാരെയാണോ സ്നേഹിക്കുന്നത്, ആരാജകത്വം നടമാടുന്ന അനാവശ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏതെങ്കിലും കഴിവ് തെളിയിച്ച ആളുകളെയാണോ സ്നേഹിക്കുന്നത്? വല്ലാത്ത സങ്കടകരമായ ഒരവസ്ഥയായി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നീച പ്രവർത്തനങ്ങൾ ചെയ്താലും, എന്തൊക്കെ കാണാനും ഉൾക്കൊള്ളാനും കഴിയാത്ത രൂപത്തിൽ വളരെ അശ്ലീലമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അവരെ പിന്നാലെയും കൂടാൻ എത്ര ചെറുപ്പക്കാരാണ്. സുബ്ഹാനല്ലാഹ്, 15ഉം 16ഉം വയസ്സ് പ്രായമുള്ള കൗമാരക്കാരായ എത്ര കുട്ടികളാണ് അവരെ കൂടെ നടക്കുന്നത്. വായി തുറന്നാൽ അശ്ലീലങ്ങൾ മാത്രം സംസാരിച്ച് പണ്ഡിതന്മാരെ പച്ചാക്കി ഇസ്ലാമിക ആശയങ്ങളെ സമൂഹത്തിന് മുമ്പിൽ വളരെ നിർദ്ദിഷ്ടമായി മോശമായി ചിത്രീകരിച്ച് സമൂഹത്തിൽ അറിയപ്പെട്ട ഒരാൾ അവനൊരു കട ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിക്കപ്പെടുകയാണ്. ഇപ്പോൾ കടകൾ ഉദ്ഘാടനം ചെയ്യുന്നത്, ഷോപ്പുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് ഇത്തരം ആളുകളെ കൊണ്ടാണ്. അങ്ങനെ അവൾ ക്ഷണിക്കപ്പെട്ടപ്പോൾ അവിടെ തടിച്ചുകൂടിയത് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത പരുവത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയത് മുസ്ലിം നാമധാരികളായ ചെറുപ്പക്കാരാ.
മുസ്ലിം നാമധാരികളായ വിദ്യാർത്ഥികളാണ്. 15 വയസ്സുള്ള 10 വയസ്സുള്ള കുട്ടികൾ പോലും തന്റെ വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഈ നീചമായ സദസ്സിലേക്ക് ഓടിയെടുക്കാൻ വെമ്പൽ കൊണ്ട് മുന്നോട്ട് വന്നെങ്കിൽ, ഓ സമൂഹമേ ഉണരണം. നമ്മുടെ ശ്രദ്ധ ഉണർന്നേ പറ്റൂ, നമ്മുടെ ശ്രദ്ധ ഭാഗത്തേക്ക് തിരിഞ്ഞേ പറ്റൂ. ആരെയാണ് നമ്മുടെ മക്കൾ മാതൃകയാക്കുന്നത്? ആരുടെ പിന്നാലെയാണ് നാം ഓടുന്നത്? അവരുടെ പിന്നാലെ കൊടിയും പിടിച്ചോടിയാൽ എവിടേക്കാണ് പോകാനുള്ളത്? എവിടേക്കാണ് മടക്കമുള്ളത്? സുബ്ഹാനല്ലാഹ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. മസ്ജിദുൽ ഖുബായിൽ അൻസാറുകളിൽപ്പെട്ട ഒരു പണ്ഡിതനായ മനുഷ്യൻ ഇമാമത്ത് നിൽക്കുകയാണ്. അവിടെ ഇമാമത്തിന്റെ ഡ്യൂട്ടി അദ്ദേഹത്തിനാണ്. അദ്ദേഹം അവിടെ നിസ്കരിക്കുമ്പോൾ ആ നിസ്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുമ്പോൾ ഏത് സൂറത്തുകൾ ഓതുകയാണെങ്കിലും ആ സൂറത്തിന് മുൻപ് സൂറത്തുൽ ഇഖ്ലാസ് ഓതിയിട്ട് പിന്നെ മറ്റു സൂറത്തിലേക്ക് കടക്കൂ. ഒരു റക്അത്തിലല്ല, ഒരു നിസ്കാരത്തിലല്ല, അദ്ദേഹത്തിന്റെ എല്ലാ നിസ്കാരങ്ങളിലും ഈ പതിവ് തുടർന്നപ്പോൾ പരാതിയുമായി ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഹദ്റത്തിലേക്ക് പരാതിയുമായി എത്തിയപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുകയാണ്, എന്തേ നിങ്ങൾ ഇങ്ങനെ ഇഖ്ലാസ് സൂറത്ത് ഓതാൻ കാരണം? മഹാനവറുകൾ അവിടുന്ന് പറഞ്ഞു, സൂറത്തുൽ ഇഖ്ലാസിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട്, അതിന്റെ ഫളായിൽ മനസ്സിലാക്കിയിട്ട്, അതിനോടുള്ള ഇഷ്ടം കൊണ്ടാ, അതിനോടുള്ള മഹബത്ത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ ഹബീബ് അവിടുന്ന് പറയുകയാണ്, റബ്ബുക ഇയ്യാ അദ്ഖലകൽ ജന്ന. നീ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതല്ലേ? എന്നാൽ സൂറത്തുൽ ഇഖ്ലാസ് അല്ലാഹുവിന്റെ വചനമാണ്. ആ സൂറത്തുൽ ഇഖ്ലാസിനെ ഇഷ്ടം വെച്ചുകൊണ്ടാണ്, നീ തൃപ്തിപ്പെട്ടുകൊണ്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ ആ സ്നേഹം നിറയുന്ന സ്വർഗ്ഗത്തിൽ കടക്കാൻ ശഫീഉനാ മുഹമ്മദ് റസൂലുള്ളാഹി. എന്തിനെയാണോ സ്നേഹിക്കുന്നത്? ആരെയാണോ സ്നേഹിക്കുന്നത്? അതിനോട് കൂടെയാണ്, അവരോട് കൂടെയാണ് അവന്റെ മടക്കമുണ്ടാവുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം സ്നേഹിക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിക്കണം. നമ്മുടെ മാതാപിതാക്കളെക്കാളും ഭാര്യമക്കളെക്കാളും നമ്മുടെ ഉറ്റവരെക്കാളും ഉടയവരെക്കാളും നമ്മുടെ സ്വന്തം ശരീരത്തെക്കാൾ അവിടത്തെ നമുക്ക് പ്രിയമാകണം, അവിടത്തെ നമുക്ക് ഇഷ്ടമാകണം. അങ്ങനത്തെ ഒരു സമീപനം, അങ്ങനത്തെ അവസ്ഥ നമുക്ക് സംജാതമായോ, നാം രക്ഷപ്പെട്ടു പോയി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടല്ലേ കഴിഞ്ഞു പോയ മുഴുവൻ മഹാന്മാരും മുത്തനബിയെ സ്നേഹിച്ചതോ? ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാ? അവരല്ലേ ഏറ്റവും കൂടുതൽ അത്യുന്നത സ്ഥാനത്തെത്തിയത്? ഹബീബായ നബി തങ്ങൾ ഏറ്റവും കൂടുതൽ തൃപ്തിപ്പെട്ടതാരാ? അവരല്ലേ ഈമാനികമായി ഉയർന്നത്? അതേ നബി തങ്ങളെ ഏറ്റവും പഠിച്ചതോ, ഏറ്റവും അനുഭവിച്ചതോ, ഏറ്റവും അറിഞ്ഞതോ, ഏറ്റവും മനസ്സിലാക്കിയതോ സ്വഹാബത്തുൽ കിറാമല്ലേ? ആ സ്വഹാബത്തുൽ കിറാമല്ലേ നബി തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്? അങ്ങനെ സ്നേഹിച്ചപ്പോഴോ ഖൈറുൽ ഖുറൂനി ഖർനി എന്ന പദവിയിലേക്ക് അവർ ഉയർന്നുപോയി. ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതാരാ? അമീറുൽ മുഅ്മിനീൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതേ സിദ്ദീഖുൽ അക്ബറിനെ സംബന്ധിച്ച് വന്നല്ലോ, സിദ്ദീഖുൽ അക്ബറിന്റെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും ലോകത്തുള്ള അമ്പിയാക്കന്മാരെ മാറ്റിവെച്ചിട്ട് മറ്റു മുഴുവൻ ആളുകളുടെയും ഈമാൻ ഒരു തട്ടിലും വെച്ചാൽ അബൂബക്കറിന്റെ ഈമാനിന്റെ തട്ടിനാണ് താരം കൂടുതലെന്ന് ശഫീഉനാ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്തേ കാരണം? അത്രയ്ക്കുമേൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ ഊണിലും ഉറക്കത്തിന്റെ ഉണർവിലും ഉറക്കത്തിലും തന്റെ വിശ്രമത്തിലും അല്ലാത്ത ടൈമിലും
എല്ലാ സമയത്തും തന്റെ മനസ്സിൽ കൊണ്ട് നടന്നതും ആരംഭപ്പൂവായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെയാണല്ലോ. ദാറുദൗറിലേക്ക് പോയ സംഭവം നിങ്ങൾക്കറിയാം. ഹബീബായ നബി തങ്ങളുടെ കൂടെ സഹായത്തിന് ഖിദ്മത്തിന് തന്റെ കൂടെ പോയ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ആ മല കയറുമ്പോൾ കുറച്ച് മുന്നോട്ട് നടക്കുന്നു, പിന്നെ പിന്നോട്ട് നടക്കും, പിന്നെ വലതുഭാഗത്തേക്ക് നടക്കും, പിന്നെ ഇടതുഭാഗത്തേക്ക് നടക്കും. മാറി 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 നടന്നപ്പോൾ മുത്തനബി ചോദിച്ചു, അബൂബക്കറേ എന്തേ കുറച്ച് മുന്നോട്ട്, കുറച്ച് പിന്നോട്ട്, കുറച്ച് വലത്തോട്ട്, കുറച്ചിടത്തോട്ട്, എന്തേ അബൂബക്കറെ കാരണമെന്ന് ചോദിക്കുമ്പോ മഹാനായ അബൂബക്കർ തങ്ങൾ പറഞ്ഞത്, യാ നബിയല്ലാഹ്, ഞാൻ വലതുഭാഗത്തേക്ക് ഓടിപ്പോകും, വല്ല ശത്രുക്കളുമുണ്ടോ? അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് വല്ല ആക്രമങ്ങളും തൊടുത്തുവിടാൻ ശത്രുക്കളുണ്ടോ എന്ന് നോക്കി പോകുമ്പോ അവിടെ ആരെയും കാണൂല. എന്റെ മനസ്സപ്പോഴേക്ക് പേടിയാകും, ഇടതുഭാഗത്തിലൂടെ ആരെങ്കിലും വരുന്നുണ്ടോ? ഞാൻ ഇങ്ങോട്ട് ഓടിപ്പോകും. അങ്ങയുടെ രക്ഷാകവചം തീർത്തുകൊണ്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതെന്ന് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർമ്മപ്പെടുത്തി. അതിൽ കാണുന്ന എല്ലാ ഹുക്കുകളും എല്ലാ ഓട്ടങ്ങളും ധാരങ്ങളും തന്റെ കയ്യിലുള്ള ഓരോ ശീലഘട്ടങ്ങൾ വെച്ച് മറ്റു പലതും വെച്ചു അടച്ചു വെച്ചു. അവസാനം ഒരു മാളത്തിനെ മാത്രം അടക്കാൻ ഒന്നും കയ്യിൽ കിട്ടാതെ വന്നപ്പോൾ തന്റെ തള്ളവരിൽ വെച്ചിട്ട് അവിടെ പൊത്തിപ്പിടിച്ച സമയത്ത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങൾ അവാർത്തോറിൽ വരുമെന്ന വിവരം കിട്ടിയ ഒരു സർപ്പം റസൂലുള്ളാഹിനെ കാണാൻ വേണ്ടി കാത്തിരുന്നു. അതിന് തടസ്സമായി കാൽവരൽ വെച്ചത് കണ്ടപ്പോൾ കാലം എടുത്തു മാറ്റാൻ വേണ്ടി കൊത്തിയപ്പോൾ നമ്പരം സഹിക്കാൻ കഴിയാതെ, വേദനകൾ സഹിക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മുഖം വിവർണമായി പോയി, ചുവന്നു തുടിച്ചുപോയി. അവിടത്തെ കണ്ണിൽ നിന്ന് കണ്ണുനീരങ്ങുറ്റിയിട്ട് തന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്ന സയ്യിദുൽ ബശർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട മുഖത്തേക്ക് ഇറ്റി വീട് ചോദിച്ചപ്പോഴല്ലേ കാര്യങ്ങൾ വിവരിച്ചു കൊടുത്തതും. ഈ നിലക്ക് സ്നേഹിച്ച അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വാർത്ത അറിഞ്ഞു, വഫാത്തിന്റെ വേർപാടിന്റെ വാർത്ത അറിഞ്ഞിട്ട് ഇഷ്കിൽ ലയിച്ചും ലഗാരം കെട്ട ഉമർ ബിൻ ഖത്താബ് തന്റെ ഉറയിൽ നിന്ന് വാളൂരിയിട്ട്, ആരടാ എന്റെ ഹബീബ് വഫാത്ത എന്ന് പറയുന്നതും അവന്റെ ഉടലിൽ നിന്ന് തരങ്ങാൻ വേറെടുത്തേ നിൽക്കൂ. എന്റെ ഹബീബിനെ സംബന്ധിച്ച് വഫാത്ത എന്ന് പറയാൻ ധൈര്യമാർക്കടാ. അട്ടഹസിച്ച് വരുമ്പോഴല്ലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കാര്യം വിവരിച്ചു കൊടുക്കുമ്പോ ഒരൽപ്പം സമാധാനത്തോടെ അടങ്ങി നിന്നതും ഈ നിലക്ക് ഇഷ്ടമില്ല മഹാനല്ലേ. ആ റസൂലുള്ളാഹി തങ്ങളെ സ്വന്തത്തെ കാണാൻ സ്നേഹിച്ചു. ശരീരം അവർക്ക് പ്രശ്നമല്ല, തന്റെ കുടുംബം അവർക്ക് പ്രശ്നമല്ല, തന്റെ സമ്പത്ത് അവർക്ക് പ്രശ്നമല്ല, തന്റെ അഭിമാനം അവർക്ക് പ്രശ്നമല്ല. അറിയില്ലേ നിങ്ങൾക്ക്, ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് ഉഹദ് രണാങ്കളത്തിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ആ പർവതത്തിന്റെ മുകളിൽ കയറിയിട്ട് ശത്രുക്കൾ അമ്പുകളെ തൊടുത്തുവിട്ടപ്പോൾ റസൂലുള്ളാഹിനെ ലക്ഷ്യം വെച്ചിട്ട് അവിടുത്തെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, അവിടുത്തെ നശിപ്പിക്കാൻ വേണ്ടി ഓരോരോ അമ്പുകൾ ശത്രുക്കൾ തൊടുത്തുവിടുമ്പോൾ തന്റെ തലകാടിച്ച് തടുത്തു വെച്ചു പോയി. തന്റെ പെരുമാറി കാണിച്ചു കൊടുത്ത് അമ്പുകൾ സ്വീകരിച്ചു പോയി. തന്റെ കൈകളെ കൊണ്ട്, തന്റെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളെ കൊണ്ട് അമ്പുകളെ തടുത്തു വെച്ചിട്ട് ഒരമ്പും എന്റെ നെഞ്ചത്ത് തെറിച്ചാലും, എന്റെ തലയിൽ തെറിച്ചാലും, എന്റെ ശരീരത്തിന്റെ എവിടെ തെറിച്ചാലും ആരംഭപ്പൂവായ സയ്യിദുൽ വജൂദി മുഹമ്മദ് റസൂലുള്ളാഹി അവിടുത്തെ ശരീരത്തിലേക്ക് ഒരമ്പിന്റെ കട്ടം പോലും വന്നു പോകരുത് എന്ന നിലക്ക് തടുത്തു വെച്ച ബഹുമാനപ്പെട്ട തൽഹ റളിയല്ലാഹു അൻഹു യുദ്ധം കഴിഞ്ഞു നോക്കുമ്പോഴല്ലേ
അവിടുത്തെ കൈ തളർന്നു പോയിട്ടുണ്ട്. ശരീരത്തിൽ റസൂലുള്ളാഹിക്ക് നേരെ വരുന്ന അമ്പുകൾ തടുത്തു വെച്ച കാരണത്താൽ 40ഓളം മുറികൾ ത്വൽഹത്തിന്റെ ശരീരത്തിലുണ്ട്. അവർക്ക് അവരുടെ ശരീരം പ്രശ്നമല്ല, അവരുടെ കുടുംബം പ്രശ്നമല്ല. അതുകൊണ്ടല്ലേ യുദ്ധം കഴിഞ്ഞിട്ട് പലപ്പോഴും ഉഹദ് യുദ്ധത്തെ സംബന്ധിച്ച് വിവരിക്കുമ്പോ, അതിനെ സ്മരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറയും, ഉഹദ് യുദ്ധം ത്വൽഹയുടെ ദിവസമാണ് ഉഹദ്, ത്വൽഹയുടെ ഡേ ആണ് ഉഹദ്. കാരണം അത്രക്കുമേൽ പവിത്രതകൾ വാരിക്കൂട്ടാൻ മാത്രം കഠിനാധ്വാനം ചെയ്ത ദിവസമാണ് ഉഹദ് യുദ്ധം എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് പറയാറുണ്ട് എന്ന് ചരിത്രം പറയുമ്പോ അവരൊക്കെ എങ്ങനെയാണ് റസൂലുള്ളാഹിയെ സ്നേഹിച്ചത് അറിയില്ലേ? ആയിഷ പള്ളി നിൽക്കുന്ന ആ പള്ളിയുടെ തൊട്ടപ്പുറത്തല്ലേ കൊലക്കയറ് തൂക്കിയിട്ട് ആ കൊലക്കയറിലേക്ക് കൊണ്ടുപോകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, ഓ സയ്യിദേ, ഈ കൊലക്കയറിലേക്ക് പകരം നിനക്ക് പകരം നിന്റെ നേതാവ് മുഹമ്മദിനെ നീ വിട്ടു തരണ്ട, മുഹമ്മദിനെ നീ പറഞ്ഞയച്ചു തരണ്ട. അതേ സമയത്ത് ഈ തൂങ്ങിക്കിടക്കുന്ന കൊലക്കയറിൽ മുഹമ്മദ് നബിയാണ് എന്ന് ഒരു സാങ്കല്പിക കഥ നിന്റെ മനസ്സിൽ കൊണ്ടുവരാൻ കഴിയോ? എങ്കിൽ നിനക്ക് ഈ കൊലയെന്ന് രക്ഷപ്പെടുത്താം എന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടിന്റെ ആഴിയിലിറങ്ങിയ സയ്യിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ കൊലക്കയറിൽ തൂങ്ങിക്കിടക്കുന്നത് എന്റെ ഹൃദയത്തിൽ ഊഹിക്കാൻ സാങ്കല്പിക കഥയായി ഊഹിക്കുന്നതിന് അപ്പുറം ഒരു രോമത്തെ പോലും പോരലേൽക്കുന്നത് എന്റെ ഹൃദയത്തിൽ ഊഹിക്കാൻ കഴിയില്ല. എന്നെ നിങ്ങൾ തൂക്കിലേറ്റിക്കോളൂ എന്ന് പറഞ്ഞ് കൊലക്കയറിലേക്ക് നടന്നു നീങ്ങിയ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു, അവരല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ ആശിഖീങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശിഖീങ്ങൾ അവരല്ലേ? ഈ നിലക്ക് അല്ലാഹുവിന്റെ ഹബീബിനെ ഇഷ്ഖ് വെച്ച് അവരുടെ ജീവിതം മുഴുക്കാതാണ്, റസൂലുള്ളാഹിനെ പറയാത്ത ദിവസമില്ല, അവിടുത്തെ അയവൽക്കാത്ത ദിവസമില്ല, അവിടുത്തെ മദ്ഹുകൾ പറയാത്ത ദിവസമില്ല. ബഹുമാനപ്പെട്ട ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു അശ്ശിഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം, മാ കാന ഖാലിദ് യബി ഇലാ ഫിറാശി ഇല്ലാ വഹുവ യദ്കുറു മിൻ ശൗഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പറയുന്നതായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഓരോ ദിവസവും രാത്രി അന്തി ഉറങ്ങാൻ വേണ്ടി ഇരിപ്പിലേക്ക് പോകുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ പറയാതെ, മുത്തനബിയെ പറയാതെ പോകാറില്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഓ പ്രിയമുള്ള ഉമ്മമാരെ, നമ്മുടെ ഏറ്റവും കൂടുതൽ സ്നേഹപ്പെട്ട, ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടയാണ് അല്ലാഹുവിന്റെ ഹബീബായെങ്കിലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. ആ മഹാന്മാരായ അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടവെച്ച് വലിയ സ്ഥാനം നേടിയ മഹാന്മാരുണ്ടല്ലോ, അവർക്ക് റസൂലുള്ളാഹിന്റെ റൗളയിലേക്ക് ഖുബ്ബത്തുൽ ഖദറാഇന്റെ ചുവട്ടിൽ വിശ്രമിച്ച് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന മുത്തനബിയുടെ തിരുജാലത്തേക്ക് വന്നിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സലാം എന്ന് പറയുമ്പോ അതേ റൗളയുടെ കവാടം പൊട്ടിത്തുറന്നില്ലേ? ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ റിഫായി തങ്ങളുടെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നില്ലേ? റൗത്തുല്ലാഹിന്റെ ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നില്ലേ? എന്തിനേറെ കേരളത്തിൽ വെളിയങ്കോട് ജീവിച്ച് വഫാത്തായി പോയ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദിൽ ബെരങ്കോത്തി തങ്ങളുടെ ചരിത്രത്തിൽ കാണുന്നില്ലേ? റസൂലുള്ളാഹിന്റെ തിരുസവിധത്തിലങ്ങ് ചെന്നിട്ട് അവിടുത്തെ മദഹ് ചൊല്ലിയിട്ട് സലാം എന്ന് പറഞ്ഞപ്പോൾ കവാടം അങ്ങ് തുറന്നു പോയി. അവിടുത്തെ ശറഫാ
ശരഫാക്കപ്പെട്ട കൈ പുറത്തേക്കൊന്ന് നീട്ടിക്കൊടുത്തു പോയി. അത് പിടിച്ച് ചുംബനം കൊടുത്തു പോയി. അതേ സമയത്ത് റസൂലുള്ളാഹിനെ ഇഷ്ടി വെച്ചിട്ട് മദീന കൊള്ളടിക്കാൻ കഴിയാത്ത ആളുകളുമുണ്ട്. ഇഷ്ടി വെച്ചിട്ട് മദീന കൊള്ളടിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്. നിങ്ങൾക്കറിയില്ലേ, ഉമർ അബ്ദുർ റഷീദുൽ ബഗ്ദാദി, ഉമർ അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ അതേ റസൂലുള്ളാഹിനെ ഇഷ്ടി വെച്ച ആളാണ്. റസൂലുള്ളാഹിനെ മദ്ഹ് ചെയ്ത് കാവ്യം നിർമ്മിച്ചയാളാണ്. ഗ്രന്ഥമുണ്ടാക്കിയ ആളാണ്. ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങളും അല്ലാഹുവിന്റെ ഹബീബിനെ സിയാറത്ത് ചെയ്യാൻ മദീന കൊണ്ടുപോകുന്നു. അല്ലാഹുവിന്റെ ഹബീബ് മനസ്സിലാക്കുന്നു, ഇന്ന് ഇത്രക്കുമേൽ സ്നേഹിക്കുന്ന അബ്ദുർ റഷീദ് ഇവിടേക്ക് വന്നാൽ അതേ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചേക്കാം, എനിക്ക് അവിടെ കടക്കാൻ കഴിയില്ല. അത്രക്കുമേൽ എന്നെ സ്നേഹിക്കുന്ന ആളാണ്. രാജാവ് ഇടം കൊടുക്കുന്നു, അവിടുന്ന് യാത്രയാക്കാൻ അനുവാദം കൊടുക്കാതെ നിൽക്കുന്നു. അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ തന്റെ തോട്ടങ്ങളിൽ നിന്ന് ഓരോരോ തോട്ടങ്ങൾ വിറ്റുകൊണ്ട് മദീന കൊണ്ട് വരുമ്പോഴും ബൗണ്ടറിയിൽ എത്തുമ്പോൾ തടയുന്നു, മടക്കി വിടുന്നു. തന്റെ തോട്ടങ്ങളിലെ 18ാമത്തെ തോട്ടവും ബഹുമാനപ്പെട്ട അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ വിൽപ്പന നടത്തിയിട്ട് അതിൽ നിന്ന് കാശുകൊണ്ട് മദീന കൊണ്ടുവരുന്നു. പക്ഷേ ഈ പ്രാവശ്യം മദീനയിലേക്ക് വരുന്നത് നടന്നുകൊണ്ടല്ല, വാഹനത്തിലല്ല. എങ്ങനെ ഏത് വഴിക്ക് വന്നാലും തടയപ്പെടുന്നു. അതുകൊണ്ട് മദീന കൊള്ള പോകുന്ന ഒരു വിറക് കൊണ്ടുപോകുന്ന മനുഷ്യരോട് പറയണം, ഓ മനുഷ്യ, നിങ്ങൾക്ക് ഞാൻ കൂലി തരാം. ഈ വിറക് വെട്ടിന്റെ ഉള്ളിൽ എന്നെ ഒന്ന് കടത്തുമോ? മദീനയിലേക്കോ എന്റെ ഹബീബിന്റെ ചാരത്തേക്കോ എന്നെ ഒന്ന് എത്തിച്ചു തരുമോ? അദ്ദേഹം അതാ വിറക് കെട്ടി അഴിച്ചോ, വിറക് കൊള്ളികൾ മാറ്റിവെച്ചോ. അതിന്റെ ഉള്ളിൽ അബ്ദുർ റഷീദുൽ ബഗ്ദാദി തങ്ങൾ മെല്ലെ അങ്ങ് നിവർന്നു കിടന്നു. ആ നിവർന്നു കിടന്നിട്ട് ആ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുകളിലൂടെ ഒരുപാട് വിറക് കൊള്ളികൾ വെച്ചിട്ട് അതാ ബന്ധിക്കുകയാണ്. വിറകുമായി പോകുന്നു. ഇലൽ മദീന. സുബ്ഹാനല്ലാഹ്. മദീനയിലേക്ക് പോകുമ്പോ മദീനയിലെ ബൗണ്ടറിയിലെത്തിയപ്പോഴാണ് അവിടെ നിന്ന് കാവൽക്കാര് തടഞ്ഞുകൊണ്ട് ചോദിക്കുന്നു. ചോദ്യത്തിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരങ്ങ് പറഞ്ഞു പോയി. ഈ വിറക് വിട്ട് കൊണ്ടുപോകുന്ന അദ്ദേഹത്തിന്റെ പേര് ചോദിച്ചപ്പോ പറഞ്ഞതാണ് മുഹമ്മദ് എന്ന്. റസൂലുള്ളാഹിന്റെ പേര് എന്ന് നിരക്ക് പറഞ്ഞതല്ല. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന, ഹൃദയം മുഴുക്കെ ഹബീബ് നിറഞ്ഞു നിൽക്കുന്ന അബ്ദുർ റഷീദുൽ ബഗ്ദാദി കേട്ടപ്പോ അറിയാതെ വിറകുകെട്ടിന്റെ ഉള്ളിൽ നിന്ന് അതാ ഒരു ക്ഷീണിച്ച ശബ്ദത്തിലൂടെ ചൊല്ലുന്നു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാവൽക്കാർ ചോദിക്കുന്നു, ആരാ വിറകുകെട്ടിനുള്ളിൽ? സുബ്ഹാനല്ലാഹ്. അഴിച്ചു നോക്കുമ്പോഴല്ലേ വിറകുകെട്ടിന്റെ ഉള്ളിൽ ഒരാൾ നിവർന്നു കിടക്കുന്നു. നോക്കുമ്പോഴല്ലേ പലതവണ തടഞ്ഞു വെച്ച അബൂബക്കർ തങ്ങളാണ്. നുഴഞ്ഞു കയറാൻ സമ്മതിക്കൂല. നാട്ടിലേക്ക് തിരിച്ചു വിടുന്നു. മഹാനവറുകൾ അവിടെ ഇരുന്നിട്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയാം, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, അവിടുത്തെ തിരിച്ചാരത്തേക്കൊന്നു വരാൻ, അവിടുത്തെ ശറഫാക്കപ്പെട്ട ശരീരം കിടക്കുന്ന മദീനയൊന്ന് വരാൻ ഈ വല്ലാത്ത ആഗ്രഹിക്കുന്ന കൊതി പൂണ്ട ഈ അബൂബക്കറിന് വരാൻ കഴിയുന്നില്ലല്ലോ നബിയേ. ഞാൻ എന്തു തെറ്റാണ് ചെയ്തതോ, ഞാൻ എന്തു പാപമാണ് ചെയ്തതോ, എനിക്ക് മദീനയിലേക്ക് വരാൻ കഴിയുന്നില്ലല്ലോ യാ റസൂലല്ലാഹ്. സങ്കടത്തോടെ മടങ്ങിപ്പോകുന്നു. ഈ നിരക്ക് റസൂലുള്ളാഹിനെ സ്നേഹിച്ചിട്ട് മദീന കൊണ്ടുവരാൻ കഴിയാത്ത ആളുകളില്ലേ?
നെഞ്ചത്ത് കൈവച്ചൊന്ന് ആലോചിക്കൂ. നമ്മുടെ ഹൃദയത്തിൽ എത്ര കണ്ട് റസൂലുള്ളാഹിയുണ്ട്, അല്ലാഹുവിന്റെ ഹബീബ് എത്ര കണ്ട് നമ്മുടെ ഹൃദയത്തിലുണ്ട്. ആ ഹബീബിനെ നമ്മുടെ ഹൃദയത്തിൽ കൊണ്ടുവരാതെ നിസ്കരിച്ചത് കൊണ്ട് കാര്യമുണ്ടോ? നോമ്പ് നോറ്റത് കൊണ്ട് കാര്യമുണ്ടോ? ഹജ്ജ് ചെയ്തത് കൊണ്ട് കാര്യമുണ്ടോ? സക്കാത്ത് കൊടുത്തത് കൊണ്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് ചൊല്ലിക്കോ സ്വലാത്ത് മദീനയിലേക്ക്. ഇന്നും മദീനയിൽ കടന്നിട്ട് നമ്മ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ മുത്തായ നബിത്തങ്ങളുടെ ഹദറത്തിലേക്ക് ചൊല്ലിക്കോ സ്വലാത്തുകൾ. ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലി 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 രാത്രി കടന്നുറങ്ങുമ്പോൾ അതാ മനാമിൽ വരുന്നു സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ശറഫാക്കപ്പെട്ട മുഖമൊന്നു കാണാൻ അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറകത്ത് കൊണ്ട് ഞങ്ങൾക്കെല്ലാം ഭാഗ്യം നൽകണേ അല്ലാഹ്. മർആ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈൻ ഹൗലുക സാഫിൽ മുബറദ് വിർദുനാ യൗമൻ നുശൂർ. ആ ശറഫാക്കപ്പെട്ട മുഖം കണ്ടാൽ രക്ഷപ്പെട്ടു പോയല്ലോ. കാണാൻ ഭാഗ്യം ലഭിച്ചാൽ രക്ഷപ്പെട്ടു പോയല്ലോ. എത്ര മഹാന്മാരാ കണ്ടത്. ഞാൻ നീട്ടി പറയുന്നില്ല. എന്റെ ഉറക്കത്തിലും ഉണർച്ചയിലും എന്റെ നടത്തത്തിലും ഇരുത്തത്തിലും എന്റെ കടപ്പിലും എഴുന്നേറ്റ് നിൽക്കുന്നതിലും എല്ലാ സമയത്തും ഞാൻ റസൂലുള്ളാഹിനെ കണ്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നിമിഷം എന്റെ മുമ്പിൽ നിന്ന് റസൂലുള്ളാഹി മറഞ്ഞു പോയാൽ ആൺകുട്ടിയാണെന്ന് പറയാൻ പറ്റൂല. പറഞ്ഞതാരാണ്? മഹാന്മാരായ ആശിഖീങ്ങൾ ഈ നിലയ്ക്ക് റസൂലുള്ളാഹിനെ സ്നേഹിച്ച് സ്വലാത്ത് ചൊല്ലിയെങ്കിൽ 50,000 സ്വലാത്തുകൾ ഓരോ ദിവസവും ചൊല്ലിയ മഹാനാണ്. ഈ അടുത്ത് മരണപ്പെട്ടു പോയാണല്ലേ ബഹുമാനപ്പെട്ട ഹസൻ ശദ്ദാദ് തങ്ങൾ. അതേ ബഹുമാനപ്പെട്ട ഹസൻ ശദ്ദാദ് തങ്ങളുടെ ചരിത്രത്തിലും എത്ര തവണയാ ആ മുത്തായ നബിയുടെ ശറഫാക്കപ്പെട്ട മുഖമൊന്ന് കണ്ടത്. ഓ പ്രിയപ്പെട്ടവരെ, നമുക്കും കാണണം. ഇന്നത്തെ രാത്രി വല്ലാത്ത രാത്രിയാണ്. ഈ രാവ് വല്ലാത്ത രാവാണ്. ഒരല്പസമയം ഉറക്കമൊഴിച്ചാലെന്താ, ഒരല്പസമയം ബുദ്ധിമുട്ടിയാലെന്താ. അല്ലാഹുവിന്റെ ഹബീബ് ലോകത്തേക്ക് കടന്നു വന്ന വളരെ പുണ്യമേറിയ രാത്രിയിൽ അവിടുത്തെ മദ്ഹ് പറയുന്ന, അവിടുത്തെ മദ്ഹ് കേൾക്കുന്ന മഹത്തായ മജ്‌ലിസിലിരിക്കാൻ അല്ലാഹു ഭാഗ്യം തന്നല്ലോ. അല്ലാഹു തന്നിൽ ഖബൂൽ ചെയ്യുമാറാകട്ടെ. ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഒരു 3:45 4 സമയമാകുമ്പോ നമ്മുടെ പള്ളിയിൽ നിന്ന് മൗലിദ് പാരായണം തുടങ്ങും. ഇൻഷാ അല്ലാഹ് ഒരാളും അതിൽ നിന്ന് മാറി നിൽക്കരുത്. എല്ലാവരും പങ്കെടുക്കാറുണ്ട്, അറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ് നമ്മുടെ എരുമാട് മഹല്ലത്തിലുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഒരുമിച്ച് കൂടുന്ന മജ്‌ലിസാണ്. അറിയാൻ കഴിഞ്ഞപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നിപ്പോയി. ഈ സന്തോഷകരമായ അവസ്ഥ ഖിയാമത്ത് നാൾ വരെ അല്ലാഹു നിലനിർത്തി തരട്ടെ. അതേ സുബ്ഹിക്ക് തൊട്ട് മുമ്പാണ് അവിടുന്ന് ലോകത്തേക്ക് കടന്നു വന്നത്, ലോകത്തേക്ക് പ്രസവിച്ച് വീണത്. ആ സമയത്ത് മദീന സജീവമാണ്. മദീനയുടെ സ്വലാത്ത് കൊണ്ട് നിബിഡമാണ്. ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആശിഖീങ്ങൾ ചൊല്ലിത്തീർക്കുന്ന, ആശിഖീങ്ങൾ കൊടുത്തേക്കുന്ന സ്വലാത്തുകൾ, സലാമുകൾ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ ഹബീബ് റെഡിയായി നിൽക്കുമ്പോ ആ സ്വലാത്തുകളെ കൂട്ടത്തിൽ സാധുക്കളായ പാപികളായ ആഖിറുസമാന ചണ്ടി ചവറുകളാകുന്ന നമ്മുടെയും സ്വലാത്ത് ഒഴുകിയെത്തട്ടെ ഇലൽ മദീന. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ,
നിങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാര്, നിങ്ങളുടെ പ്രിയപ്പെട്ട ആങ്ങളമാര്, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കള്, പുരുഷന്മാരെ എല്ലാം വിളിച്ചുകൊണ്ട് നിങ്ങൾ 4 മണി സമയത്തിന്റെ മുൻപായി പള്ളിയിലേക്ക് നിങ്ങൾ പറഞ്ഞയക്കണം. ഏതൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉറക്കമൊഴിക്കാറുണ്ട്? നമ്മുടെ വീട്ടിലെ കല്യാണത്തിന് വേണ്ടി ഉറക്കമൊഴിക്കാറില്ലേ? കലാവശ്യത്തിന് വേണ്ടി ഉറക്കമൊഴിക്കാറില്ലേ? നമ്മുടെ മുത്തിന് വേണ്ടി, നമ്മുടെ പ്രിയപ്പെട്ട ഹബീബിന് വേണ്ടി, നമ്മുടെ ചങ്കിലെ ചോരയായ ഹൃദയത്തിന്റെ തുടിപ്പായ ജീവന്റെ ജീവനായ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി ഒരു രാത്രി എന്താ ഉറക്കമൊഴിച്ചാൽ, ഒരു രാത്രിയിലെ കുറച്ച് സമയം എന്താ ഉറക്കമൊഴിച്ചാൽ, ഉമ്മമാരെ എണീക്കണം, സഹോദരിമാരെ എണീക്കണം. ഒരു 3:30 മണിയാകുമ്പോ 4 മണി സമയത്ത് അലാറം വെച്ചിട്ട് എണീക്കണം. മഹല്ലത്തി പള്ളിയിൽ വെച്ചുകൊണ്ട് മൗലിദിന്റെ മജ്‌ലിസ് നടക്കുമ്പോ നമ്മുടെ മഹല്ലത്തിലുള്ള ഒരൊറ്റ വീടും മൗലിദില്ലാത്ത വീടായി പോകരുത്. അല്ലാഹുവിന്റെ ഹബീബ് നോക്കുമ്പോൾ, അല്ലാഹുവിന്റെ ഹബീബ് ശ്രദ്ധിക്കുമ്പോൾ എല്ലാ വീടുകളിലും നടക്കട്ടെ മൗലിദുകൾ. എല്ലാ വീടുകളിൽ നിന്നും ചൊല്ലുന്ന സ്വലാത്തുകൾ പരന്നൊഴുകട്ടെ ഇലൽ മദീന. അതുകൊണ്ട് എല്ലാവരും ആ മജ്‌ലിസുകൾ എല്ലാവരുടെ വീടുകളിലും സംഘടിപ്പിക്കണം, എല്ലാവരുടെ വീടുകളിലും ചൊല്ലണം. ആ നിലക്ക് സ്വലാത്തുകൾ ചൊല്ലി ഹബീബായ നബി തങ്ങൾ നമ്മിലേക്ക് അടുക്കണം. അവിടത്തെയോട് ഇഷ്കുകൾ അധികരിക്കണം. അവിടത്തെയോട് നമ്മോട് മഹബത്തുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുബാറക്കായ ഈ മജ്‌ലിസിൽ ദുആ ചെയ്ത് നമുക്ക് പിരിയാം. ഇൻഷാ അല്ലാഹ് ദുആക്ക് ഇജാബത്തുണ്ടെന്നതിൽ തർക്കമില്ല. 2 ദിവസം മുമ്പ് തുടങ്ങിയതല്ലേ, പാട്ടിലൂടെ, പ്രസംഗത്തിലൂടെ, മറ്റ് പലവിധ പരിപാടികളിലൂടെ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പറഞ്ഞ സദസ്സാണ്. ഈ സദസ്സ് റസൂൽ ഇഷ്ടപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ചെറിയ നിലക്ക് റബ്ബിനോടൊന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്ത് നമുക്ക് പിരിയണം. ഉമ്മമാരെ അച്ചടക്കത്തോടെ ഇരിക്കണം, തലശരിക്ക് മറച്ചിരിക്കണം. അല്ലാഹു നമ്മുടെ ഈ സദസ്സ് ദുആക്ക് ഇജാബത്തുള്ള സദസ്സായി സ്വീകരിക്കുമാറാകട്ടെ. പുരുഷന്മാരായ ആളുകളൊക്കെ എണീറ്റ് നിൽക്കണം, ഒന്നങ്ങ് അടുത്തോട്ട് വരണം. ഇൻഷാ അല്ലാഹ് റബ്ബിനോടൊന്ന് ദുആ ചെയ്യണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് എപ്പോഴും നമ്മെ ശ്രദ്ധിച്ചവരാണ്. അത് എല്ലാ സമയത്തും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തന്റെ ജീവിതത്തിൽ മാത്രമല്ല സക്കറാത്തിന്റെ സമയത്തും കരഞ്ഞ നബി. മാത്രമല്ല നാളെ മഹ്ശറിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വല്ലാത്തൊരു നിമിഷമുണ്ട്. അബൂനാ അബുൽ ബശർ ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യനാൾ വരെ മുഴുവൻ ആളുകളും സമ്മേളിക്കുന്ന ലോകമഹാസമ്മേളനമല്ലേ ആ ഖിയാമത്ത് നാളിൽ മഹ്ശറാവൻ സഭയിൽ എല്ലാ അമ്പിയാക്കന്മാരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, യുൻസബുലിൽ അംബിയാഇ മനാബിറു മിൻ ദഹബ്. എല്ലാ അമ്പിയാക്കന്മാർക്കും, മുഴുവൻ അമ്പിയാക്കന്മാർക്കും സ്വർണ്ണത്തിനാലുള്ള മിമ്പറുകൾ നാളെ മഹ്ശറയിൽ പണിത് വെച്ചിട്ടുണ്ട്. വയജ്ലിസൂന അലൈഹാ. എല്ലാ അമ്പിയാക്കന്മാരും, എല്ലാ നബിമാരും അതാത് മിമ്പറിൽ സ്ഥാനം പിടിക്കുന്നു. എല്ലാവരും അവരവരുടെ ആ മിമ്പറിൽ കയറിയിരിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയാണ്, വയബ്ഖാ മിമ്പരി, എന്റെ മിമ്പർ അവിടെ ബാക്കിയാണ്, എന്റെ മിമ്പർ അവിടെ കാലിയാണ്. ലാ അജ്ലിസു അലൈഹി, ആ മിമ്പറിന്റെ മേൽ ഞാൻ ഇരിക്കൂല, ആ മിമ്പറിന്റെ മേൽ ഞാൻ ഇരിക്കൂല. സ്വർണ്ണത്താൽ പണിത മിമ്പർ ഭംഗിയില്ലാത്തത് കൊണ്ടാണോ? റസൂലുള്ളാഹിന്റെ മിമ്പർ അതേ മറ്റുള്ള മിമ്പറിനേക്കാൾ താഴ്ന്നത് കൊണ്ടാണോ? അല്ല അല്ല, ഏറ്റവും കൂടുതൽ ഭംഗിയുള്ള, ഏറ്റവും കൂടുതൽ ചന്തമുള്ള, ഏറ്റവും കൂടുതൽ അഴകുള്ള, ഏറ്റവും നല്ല മിമ്പർ അത് മിമ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാൻ ആ മിമ്പറിൽ ഇരിക്കൂല. കാരണം എന്തേ? മഖാഫത അൻ യുബഅസ ബി ഇലൽ ജന്ന വതബ്ഖാ ഉമ്മതി.
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഞാനെങ്ങാനും ആ മിമ്പറിൽ ഇരുന്നാൽ, ആദം നബി മിമ്പറിൽ ഇരുന്നിട്ടുണ്ട്, ഇബ്രാഹിം നബി ഇരുന്നിട്ടുണ്ട്, നൂഹ് നബി ഇരുന്നിട്ടുണ്ട്, ഞാനും കൂടി ആ മിമ്പറിൽ ഇരുന്നാൽ അല്ലാഹു തആല പെട്ടെന്ന് സ്വർഗത്തിലേക്ക് യാത്രയാക്കിയാലോ, എന്റെ ഉമ്മത്ത്, എന്റെ സമുദായം അവിടെ കഷ്ടപ്പെട്ടു പോകുമല്ലോ. ഉമ്മമാരെ, ആഖിറുസമാനിൽ ജീവിക്കുന്ന സാധുക്കളായ പാപികളായ, കണ്ണുകൊണ്ട് ഹറാമ് കാണുന്ന, കാതുകൊണ്ട് ഹറാമ് കേൾക്കുന്ന, ഹൃദയം കൊണ്ട് ഹറാമ് ചിന്തിക്കുന്ന, നാവ് കൊണ്ട് ഹറാമ് പറയുന്ന, ഹറാമ് ജീവിതത്തിൽ ശീലമാക്കിയ പാപികളായ നമ്മോർത്തുകൊണ്ട് നാളെ മഹ്ശറയിൽ കരയുന്ന ഹബീബ്, ഒരേയൊരു നേതാവ്, സയ്യിദുൽ വറാ, അഷ്റഫുൽ മഖ്ലൂഖീൻ, അക്ഹലുൽ ഐനൈൻ, സഹറുൽ ഖദ്ദൈൻ, മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും വേണ്ടിയും ശുപാർശ ചെയ്യുകയാണ്. ശുപാർശയെല്ലാം ചെയ്തിട്ട് ഒരു വിഭാഗം സ്വർഗത്തില്, ഒരു വിഭാഗം നരകത്തിൽ യാത്രയാക്കപ്പെടുമ്പോ അവസാനം സ്വർഗത്തിന്റെ വട്ടക്കണ്ടി പിടിച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത് അല്ലാഹുവിന്റെ ഹബീബ് സ്വർഗത്തിലേക്ക് കടന്നിട്ട് റസൂലുള്ളാഹി പ്രത്യേകമായി ഉണ്ടാക്കിയ വിശാലമായ ഒരു ഖൈമയുണ്ട്. 4000 കവാടമാ ഖൈമക്കുള്ളത്. വിശദീകരിക്കാൻ സമയമില്ലല്ലോ. ആ ഖൈമയിൽ റസൂലുള്ളാഹി ഇരിക്കുമ്പോഴല്ലേ ജിബ്രീൽ വന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബായ നബിയേ, അങ്ങേ ഖൈമയിൽ ഇരിക്കുമ്പോ അങ്ങയുടെ സമുദായത്തിൽപ്പെട്ട, അങ്ങയുടെ ഉമ്മത്തിൽപ്പെട്ട ചില ആളുകൾ നരകത്തിൽ ശിക്ഷിക്കപ്പെടുന്നുണ്ട് നബിയേ. ഈ വിവരമങ്ങ് റസൂലുള്ളാഹി കേൾക്കുമ്പോ തന്റെ ഖൈമയിൽ നിന്ന് പുറത്തു വരുന്നു, അർശിന്റെ ചുവട്ടിലേക്ക് വരുന്നു, സുജൂദിലായി വീണുപോയി, കരഞ്ഞുകൊണ്ട് അർശിന്റെ ചുവട്ടിൽ കിടക്കുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ഓർഡർ, മുഹമ്മദ്, മുഹമ്മദ് നബിയെ തല ഉയർത്തണം, വേണ്ടത് ചോദിച്ചോ നൽകാമെന്ന് പറയുമ്പോ ആ നരകത്തിൽ നിന്ന് അവസാനത്തെ മെമ്പർ വരെ നരകത്തിൽ നിന്ന് കരകയറ്റാതെ വിശ്രമിക്കാത്ത സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ്. അവിടുത്തെ സ്നേഹിച്ച്, അവിടുത്തെ ഉൾക്കൊണ്ട്, അവിടുത്തെയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി, അവിടുത്തേക്ക് വേണ്ടി പ്രവർത്തിച്ച്, അവിടുത്തെ സംബന്ധിച്ച് പറയുന്ന മജ്‌ലിസിൽ പങ്കെടുത്ത്, അവിടുത്തേക്ക് വേണ്ടിയുള്ള മൗലിദുകൾ സംഘടിപ്പിച്ച്, അതിനുവേണ്ടി കാശുകൾ ചെലവഴിച്ച്, അതിനുവേണ്ടി വീടുകൾ ഭംഗിപ്പെടുത്തി, ആ നിലക്ക് നമ്മുടെ ജീവിതത്തിൽ മുഴുക്കെ റസൂലുള്ളാഹി തങ്ങളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കുറച്ച് സ്വലാത്ത് ചൊല്ലിയിട്ട് ഇൻഷാഅല്ലാഹ് ചെറിയ ദുആ ചെയ്തിട്ട് നമുക്ക് പിരിയണം. ഉറക്കെ ചൊല്ലണം സ്വലാത്ത്. ഇത് റബീഉൽ അവ്വലാണ്. റബീഉൽ അവ്വലിന്റെ കാതരായ ദിവസം, റബീഉൽ അവ്വൽ 12ാം രാവിന്റെ മുഹൂർത്ത ടൈമിലാണ് നാം ഉള്ളത്. അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ നിന്ന് നോക്കുന്നുണ്ട് ഈ മജ്‌ലിസിലേക്ക്. അവിടുന്ന് പുളകമണിയണം. നമ്മുടെ സ്വലാത്തിന്റെ ശബ്ദം കേട്ട് ഹബീബായ നബിയെ സന്തോഷിക്കണം. അവിടുത്തെ ഹൃദയം സന്തോഷം കൊണ്ട് ഹർഷപുളകിതമാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാത്തു അലൻ നബി വസലാമു അലർ റസൂൽ تطلع بيننا في الكواكب كالبدور بل ما أشرف منه يا سيدي خير النبي الصلاة على النبي السلام على الرسول
الشفيع الأبطحي والحبيب العربي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي. أنت منجينا غدا من شفاعتك الصفا من لنا مثلك يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي. ركبت على الخطا غير حصر وعداد لك أشكو فيه يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي. نرجو إلى كثير حولك للعطاش يوم نشر كتابي يا سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع المبتغي والحبيب العربي. فهب لنا في القيامة مشفقا وهلنا للطاعة يا سيدي خير النبي. الصلاة على النبي السلام على الرسول الشفيع المبتغي والحبيب العربي. الصلاة على النبي كل وقت دائما لها نجم في السماء سيدي خير النبي. الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. ഒരുപാട് ആളുകൾ പ്രത്യേകം പല വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ നാളത്തെ മജ്‌ലിസ് സുബഹിക്ക് മുമ്പുള്ള മജ്‌ലിസ് നടക്കുമ്പോൾ അതിലേക്കുള്ള ചീരണി നാസ്ത നൽകുന്നത് ജീറാൻ അൽ ജീറാൻ എന്ന് പറയുന്ന ഇതിന്റെ പരിസരത്തുള്ള ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഉള്ള ആളുകളാണ്. വിദേശത്തുള്ള ആളുകൾ അതിലേക്ക് സഹായിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയും അപ്പോൾ ദുആ ചെയ്യും. അതേപോലെ നമ്മുടെ അന്നദാനത്തിലേക്ക് അരികളും മാംസങ്ങളും കാശുകളുമായി നൽകിയവരുണ്ട്. അതേപോലെ നമ്മുടെ ദർസിന്റെ വിഷയത്തിൽ നമ്മൾ താലിമീങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുന്നവരുണ്ട്, അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്യുന്നവരുണ്ട്, നമ്മുടെ യതീം മക്കൾക്ക് ഭക്ഷണം നൽകുന്നതിലേക്ക് സഹായിക്കുന്നവരുണ്ട്. നമ്മുടെ ഈ പരിശുദ്ധമായ പരിഭാവനമായ നമ്മുടെ അന്തസ്സായ ഈ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നല്ലവരായ കമ്മിറ്റി ഭാരവാഹികൾ വിശ്രമമില്ലാതെ ഇതിന്റെ പുരോഗതിക്ക് വേണ്ടി ഓടി നടക്കുന്നവരാണ്. അല്ലാഹു തആല എല്ലാവർക്കും തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. കാലത്ത് ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന കമ്മിറ്റി ഭാരവാഹികളിൽ ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. അല്ലാഹു അവരുടെയൊക്കെ ഖബറുകളിൽ സ്വർഗ്ഗമാക്കണേ അല്ലാഹ്. അവരിൽ പല ആളുകളും സുഖമില്ലാതെ വീടുകളിൽ വലിയ ക്ഷീണത്തിലാണ്. അല്ലാഹു നീ ശിഫ നൽകണേ റഹ്മാനേ. ആരോഗ്യമുള്ളവർക്ക് ആരോഗ്യം നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ എരുമാട് നാട്ടിലുള്ള നല്ലവരായ സഹോദരന്മാർ സഹോദരിമാർ, എന്റെ കരളിന്റെ കഷ്ണങ്ങളായ ഉമ്മമാർ, നല്ലവരായ കാരണവന്മാർ, എല്ലാവർക്കും അല്ലാഹു തആല അവന്റെ പൊരുത്തത്തിനായി മുത്തനബിയുടെ ഇഷ്ടിലായി ദീർഘായുസ്സും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. സ്വലാത്തിന്റെ മജ്‌ലിസ് നമ്മുടെ നാടിന് അഭിമാനമാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. എങ്ങനെയാണ്
എങ്ങനെയാണ് എന്റെ നല്ലവരായ നാട്ടുകാരോട് സന്തോഷം അറിയിക്കേണ്ടത് എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ നാരിയത്തു സ്വലാത്തിന്റെ ഒരു ദിവസം മുമ്പ് ഞാൻ ചെറിയ വോയിസ് വിടുകയുണ്ടായി. നമ്മുടെ നാരിയത്തു സ്വലാത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യകതകൾ പറഞ്ഞിട്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ഉമ്മമാര്, പ്രായം ചെന്ന ഉമ്മമാര് വീട്ടിൽ വിശ്രമിക്കേണ്ട ആളുകളാ. നമ്മുടെ പ്രിയപ്പെട്ട കാരണവന്മാർ വീട്ടിൽ വിശ്രമിക്കേണ്ട ആളുകളാ. പക്ഷെ അവർക്ക് സ്വലാത്തിലേക്ക് എത്തിയത് സന്തോഷപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ്. നല്ല ചോരത്തിളപ്പുള്ള നമ്മുടെ ചെറുപ്പക്കാര്, നല്ലവരായ യുവതികൾ സ്വലാത്തിന്റെ ഹെൽപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നത് ഞാൻ ഓർക്കുകയാണ്. നല്ലവരായ വിദ്യാർത്ഥിനികൾ നമ്മുടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ വന്ന് നമ്മുടെ മക്ബറയിൽ തിങ്ങി, ആ വിശാലമായ സ്ഥലത്ത് തിങ്ങി ഇരുന്നിട്ടും അവിടെ ഉൾക്കൊള്ളാൻ കഴിയാതെ പുറത്തേക്ക് ഇരിക്കേണ്ടുന്ന അവസ്ഥകൾ വന്ന് അത്രക്കും ആളുകൾ വിവിധ നാടുകളിൽ നിന്ന് വരുമ്പോ നാം അറിയാതെ പോകരുത് എന്ന നിലക്ക് നാട്ടിലെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂടിയത് സന്തോഷത്തോടു കൂടി സ്മരിക്കലോട് കൂടി എല്ലാ വെള്ളിയാഴ്ചവും സ്വലാത്തിന്റെ മജ്‌ലിസ് നടക്കുന്നുണ്ട്. അതിലൊക്കെ കഴിവതും പങ്കെടുക്കണം. അറബി മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയാണ് നമ്മുടെ സ്വലാത്തിന്റെ നാരിയത്തു സ്വലാത്തിന്റെ മജ്‌ലിസ്. അതിൽ പങ്കെടുക്കണം. മറ്റൊരുപാട് നല്ല ആത്മീയ മജ്‌ലിസുകൾ അൽഹംദുലില്ലാഹ് ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ മജ്‌ലിസുൻ നൂർ നടക്കുന്നുണ്ട്, അതേപോലെ മഹദറത്തുൽ ബദരിയ നടക്കുന്നുണ്ട്. വിവിധങ്ങളായ ആത്മീയ മജ്‌ലിസുകൾ ഇവിടെ നടക്കുന്നുണ്ട്. എല്ലാത്തിലും അതിൽ എല്ലാ ആളുകളും പരമാവധി എല്ലാത്തിലും പങ്കെടുക്കുകയും അങ്ങനെ നല്ല ഒരു സൗഹൃദത്തോടുകൂടിയുള്ള നല്ല ഒരു അന്തരീക്ഷം ഇപ്പോഴുള്ളതുപോലെ അതിലും ഭംഗിയായി ഖിയാമത്ത് നാൾ നിലനിന്ന് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെടുന്ന അടിമകളായി മുത്തുനബി ഇഷ്ടപ്പെടുന്ന ഉമ്മത്തുകളിൽ പെട്ടുകൊണ്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. കുവൈത്തിൽ നിന്ന് ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞിട്ട് കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകാനും അങ്ങനെ പല വിഷയങ്ങൾ പറഞ്ഞ് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തിട്ടും അതേപോലെ ഇവിടെ വന്നിട്ടും ഒക്കെ വല്ലാത്ത വിഷമം അറിയുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നമ്മുടെ മഖാമിൽ നമ്മുടെ നാടിന് അഭിമാനമായി നമ്മെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന സൂഫി ഷഹീദ് തങ്ങൾ അൽഹംദുലില്ലാഹ് അവിടുത്തെ കറാമത്ത് കൊണ്ട് അത്ഭുതങ്ങളായ കാര്യങ്ങൾ. ഇപ്പൊ ഇന്നലെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ കുടുംബത്തിൽ ഭയങ്കര പ്രശ്നമായിട്ട് 2 ആഴ്ച മുമ്പേ ഞാനുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളായി ഒരു നിലക്ക് പലരും തീർപ്പ് കൽപ്പിച്ചും തീരാത്തൊരു പ്രശ്നം. അങ്ങനെ ഇവിടെ വന്നിട്ട് വിഷയങ്ങൾ പറഞ്ഞു. ഞാൻ കുറച്ച് ചൊല്ലാനൊക്കെ പറഞ്ഞു കൊടുത്തു. അതേപോലെ തന്നെ മഖാമിൽ അവിടെ പോയിട്ട് സിയാറത്താക്കാനും അങ്ങനെ അവിടത്തേക്ക് നേർച്ചയാക്കാനൊക്കെ പറഞ്ഞു. അൽഹംദുലില്ലാഹ് ഇന്നലെ വിളിച്ചിട്ട് വളരെ അത്ഭുതകരമായ രൂപത്തിൽ അത് മസ്ലഹത്തായിരുന്നു, കഴിഞ്ഞതിനേക്കാൾ നല്ല റാഹത്തിലാണ് എന്ന് വിളിച്ചിട്ട് തടയുകയുണ്ടായി. അതേപോലെ 2 ആഴ്ച മുമ്പ് കുട്ടികളില്ലാതെ വർഷങ്ങളായി കഴിയുന്നു ഇവിടെ വന്ന് ഇവിടെ നേർച്ചയാക്കി അതിന്റെ ഫലം കൊണ്ട് കുട്ടികളുണ്ടായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചു പറഞ്ഞത് മാരകമായ രോഗങ്ങൾ മാറിയത് ആ ബഹുമാനപ്പെട്ട സൂഫി ഷഹീദ് തങ്ങൾ തങ്ങൾ മറ്റു മഹാന്മാർ അന്തിയുറങ്ങുന്ന ഈ മണ്ണിലല്ലേ നാം ജീവിക്കുന്നത്. അതിനുള്ള ഭാഗ്യമല്ലേ റബ്ബ് നൽകിയത്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ മജ്‌ലിസുകളും ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസുകളായി സ്വീകരിക്കുമാറാകട്ടെ. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد وعلى آله وصحبه واتباعه وأحبابه وأزواجه وذرياته وأهل بيت سيدنا ومولانا محمد أرحم الراحمين يا راج سيدايا الملك الملوك يا الله. 2 ദിവസങ്ങളായി നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പറഞ്ഞ് നിന്റെ ഹബീബിന്റെ മദ്ഹുകൾ പാടി വൃദ്ധകൾ ചൊല്ലി നടക്കുന്ന മജ്‌ലിസാണ്. അല്ലാഹുവേ ഈ മജ്‌ലിസിനെ മുത്തുനബിക്ക് കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ പതിരാ സമയത്ത് എല്ലാവരും വീടുകളിൽ മോടി പതച്ച് കടന്നുറങ്ങുന്ന ഈ സമയത്ത് ഉറക്കമടച്ചുകൊണ്ട് ഉറക്കം വരാനിട്ടല്ല, വിശ്രമിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, വീട്ടിൽ കടന്നുറങ്ങാൻ പൂതിയില്ലാഞ്ഞിട്ടല്ല, നിന്റെ ഹബീബിന്റെ മധുര പറയുന്നത് കേൾക്കാനും നിന്റെ ഹബീബിന്റെ മധുര പറയുന്ന മജ്‌ലിസിൽ ഒന്ന് പങ്കെടുത്തിട്ട് എങ്ങനെയെങ്കിലും ജീവിതം ഒന്ന് രക്ഷപ്പെട്ടു കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും ഈ മജ്‌ലിസിൽ ഇരിക്കുന്ന സഹോദരിമാരാണ് ഞങ്ങളിൽ നിന്ന് ഓരോരുത്തരെയും ഹബീബായ നബി തങ്ങൾക്ക് സന്തോഷകരമായി കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന്
കണ്ട് സന്തോഷിക്കുന്ന ഒരവസ്ഥ നീ നൽകണേ റഹ്മാനെ. അവിടുത്തെ ഇഷ്ടമുള്ള ഉമ്മത്തീങ്ങളിൽ ഞങ്ങൾ ചേർത്തി തരണേ അല്ലാഹ്. അവിടുത്തെ പിൻപറ്റി ജീവിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. അവിടുത്തെ ഇഷ്ടനെ ഏറ്റി തരണേ അല്ലാഹ്. പടച്ചവനെ, സാധുവായ ഞാൻ ദോഷിയാണ്, പാപിയാണ്. നിന്റെ ഹബീബിന്റെ മധുകളാണ് പറഞ്ഞത്. അവിടുത്തെ ഇഷ്ടം വെക്കേണ്ട ആവശ്യകതകളാണ് അറിയുന്നതിൽ നിന്ന് പറഞ്ഞത്. അല്ലാഹുവേ, ഇതിന്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഖൽബ് ഈമാൻ കൊണ്ട് പ്രകാശിപ്പിച്ചു തരണേ അല്ലാഹ്. തെറ്റുകൾ ചെയ്തു പോയ കാരണത്താൽ വന്നുപോയ കറകളും ചേറുകളും ചളികളും മായ്ച്ചു കളഞ്ഞു ഈമാനിന്റെ ഇൽമിന്റെ ഹിക്മത്തിന്റെ മഅരിഫത്തിന്റെ നൂറിന്റെ നൂറ് കൊണ്ട് ഖൽബൊന്ന് പ്രകാശിപ്പിച്ചു തരണം അല്ലാഹ്. ജീവിതമൊന്ന് നന്നാക്കി തരണേ അല്ലാഹ്. നിന്റെ ഇഷ്ടജനങ്ങളിൽ പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, ഭാര്യമക്കൾ, ഞങ്ങൾ ഇതേവിടെ പറഞ്ഞവർ എല്ലാവരുടെയും ദോഷങ്ങൾ പൊറുക്കണേ അല്ലാഹ്. അഴിവുകൾ മറച്ചു വെക്കണേ അല്ലാഹ്. ഇടനാരായ മുറാദുൽ ഹസിലാക്കണം റബ്ബേ. രോഗങ്ങൾ മാറ്റിത്തരണേ അല്ലാഹ്. പടച്ചവനെ, വയറുവേദനയുള്ളവരുണ്ട്, ശിഫയാക്ക് അല്ലാഹ്. തലവേദനയുള്ളവർ, നെഞ്ഞുവേദനയുള്ളവർ, ഊരവേദനയുള്ളവർ, കൈകാലുകൾക്ക് വേദനകളും കടച്ചിലുകളും തരിപ്പുകളും ഉള്ളവർ, ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ എന്തൊക്കെ വേദനകളുണ്ടോ മുത്തുനബിയെ കൊണ്ട് അത്ഭുതകരമായ നിലക്ക്, ആജിലായ നിലക്ക് നീ ശിഫയാക്കണം അല്ലാഹ്. പേടിക്കപ്പെടുന്ന അസുഖം തരല്ലേ അല്ലാഹ്. ഊരവേദന നൽകല്ലേ അല്ലാഹ്. ശ്വാസം മുട്ടിന്റെ അസുഖം നൽകല്ലേ അല്ലാഹ്. ഞങ്ങൾക്ക് പിടിപെട്ടിരിക്കുന്ന രോഗങ്ങൾ, വിഷമങ്ങൾ, പ്രയാസങ്ങൾ, ഏതു വഴിക്ക് വന്ന രോഗങ്ങളാണെങ്കിലും, എന്തു കാരണത്താലുണ്ടായ രോഗങ്ങളാണെങ്കിലും നീ ശിഫയാക്ക് അല്ലാഹ്. നിങ്ങളുടെ സ്വലാത്തിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, ഈ മഹത്തായ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഇതിനു വേണ്ടി സഹായിക്കുന്നുണ്ട്, അവർക്കെല്ലാം നീ ബറക്കത്ത് ചൊരിയണേ അല്ലാഹ്. ബറക്കത്ത് ചൊരിയണേ റഹ്മാനെ. പടച്ചവനെ, ദോഷികളാണെങ്കിലും പരിശുദ്ധമായ റബീഉൽ അവ്വലിന്റെ 12-ാം രാവിന്റെ കാതലായ വശത്താണ് നീ ഞങ്ങളെ ഖബൂലാക്ക് അല്ലാഹ്. ഖബൂലാക്കണേ റഹ്മാനെ. മദ്രസയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, അവർക്കെല്ലാം നീ നല്ല ഓർമ്മശക്തിയും നല്ലവണ്ണം പഠിക്കാനുള്ള കഴിവും നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ദർസിൽ പഠിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങൾ, ഞങ്ങൾക്ക് ഖിദ്മ ചെയ്യുന്നവർ, അല്ലാഹുവേ, രണ്ട് ലോകത്തും വിജയിപ്പിക്കണേ അല്ലാഹ്. അവരെയും ഞങ്ങളുടെ മക്കളെയൊക്കെ ഇൽമിൽ രാജാക്കന്മാരാക്കണേ അല്ലാഹ്. ഇൽമിൽ രാജാക്കന്മാരാക്കണേ അല്ലാഹ്. രണ്ട് ലോകത്തും ഞങ്ങൾ തങ്കുളുമയാക്കണേ അല്ലാഹ്. പഠിച്ചിറങ്ങിയിട്ട് കോളേജിൽ പഠിക്കുന്നവർ, അല്ലാഹുവേ, പഠനം കഴിഞ്ഞിട്ട് നല്ല ഇസ്സത്തുള്ള റാഹത്തുള്ള ദീനി ഖിദ്മക്ക് ദർസ് നടത്താനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ദർസിൽ പഠനം കഴിഞ്ഞിട്ട് വിവിധ മഹല്ലുകളിൽ ജോലി ചെയ്യുന്നവരുണ്ട്, എല്ലാവരുടെയും ജോലികളിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്. അവർക്ക് നീ ജീവിച്ചിരിക്കുക ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാഹ്. ഉസ്താദുമാർക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. പ്രിയപ്പെട്ട ഭാര്യമാർക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. ഞങ്ങളുടെ മക്കൾക്ക് നീ ആഫിയത്ത് കൊടുക്കുക അല്ലാഹ്. അവരെയൊക്കെ ഞങ്ങൾക്ക് നീ ദുനിയാവിലും ആഖിറത്തിലും നീ ഗുണമാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും സ്വാലിഹീങ്ങളുടെയും സ്വാലിഹാത്തിന്റെയും പൂർണ്ണ പൊരുത്തം ഞങ്ങൾക്ക് തരണേ അല്ലാഹ്. പടച്ചവനെ, ഈ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മിറ്റി ഭാരവാഹികൾ എല്ലാവർക്കും നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളാണ്. ഈ വിശുദ്ധ റബീഉ കഴിഞ്ഞാൽ അടുത്ത് റോസ് വരാനിരിക്കുന്നു. മഹാന്മാരുടെ റോസാണ്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനത്തിലാണ്. ശക്തി നൽകണം അല്ലാഹ്. ആഫിയത്ത് നൽകണം അല്ലാഹ്. ഭംഗിയായി നടത്താനുള്ള ഹിക്മത്ത് നൽകണേ റഹ്മാനെ. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കണേ അല്ലാഹ്. മുൻകാലത്ത് പ്രവർത്തിച്ചവർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ മജ്‌ലിസിലുള്ള എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. നാട്ടിലുള്ള എല്ലാവർക്കും ആഫിയത്ത് തരണേ അല്ലാഹ്. മരിക്കുന്ന സമയം
കാമിലായ ഈമാൻ നൽകണേ അല്ലാഹ്. ആഫിയത്തും ദീർഘായുസ്സും നൽകണേ അല്ലാഹ്. പടച്ചവനെ, ഹബീബായ നബിത്തങ്ങളെ കാണാൻ പറ്റിയ കണ്ണുകൾ ഞങ്ങൾക്കില്ല. ഹറാമിനാൽ നിറഞ്ഞ കണ്ണാടും ഹറാമ് കേട്ട കാതാടും അവിടുത്തെ കാണാനുള്ള പവർ ഞങ്ങളുടെ കണ്ണിനില്ല. ഞങ്ങളെ കാതിന് അവിടുത്തെ കേൾക്കാനുള്ള കഴിവില്ലെന്ന് ഞങ്ങൾക്കറിയാം. ആശയങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞു കേട്ടതിന്റെ ബർക്കത്ത് കൊണ്ടെങ്കിലും ആ മുത്തനബിയെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണമല്ലോ. അവിടുന്ന് ഞങ്ങൾ ഇഷ്ടപ്പെടുമാറ് സ്നേഹിക്കുമാറ് രൂപത്തിൽ കാണിച്ചു തരണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു കാലിൽ ചെരുപ്പ് ധരിക്കാതെ നടന്നു നീങ്ങിയ മദീന മണ്ണ്, 40 വർഷക്കാലം ദർസ് നടത്തിയ മദീന മണ്ണ്. ഞാൻ മദീനത്തിന്റെ പുറത്ത് പോയാൽ എന്റെ മരണം അവിടെ സംഭവിച്ചാൽ എന്റെ ജനാസ മദീനത്തിന്റെ പുറത്താകുമെന്ന് പേടിച്ചിട്ട് മദീന വിട്ടുപോകാത്ത മാലിക് റളിയല്ലാഹു അൻഹു ആ പരിശുദ്ധമായ മദീന മണ്ണിലേക്ക് പാപികളായ ഞങ്ങളെ എത്തിക്കണേ അല്ലാഹ്. ആ മദീന മണൽപ്പരപ്പിലിരുന്ന് ഖുബ്ബത്തുൽ ഖദറായിലേക്ക് നോക്കി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഒരുപാട് സ്വലാത്തു സലാം പോയി ചൊല്ലി തീർക്കാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. നമുക്ക് വേണ്ടതൊക്കെ നീ നൽകണേ അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل اللهم منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. അല്ലാഹു എന്നോട് എല്ലാത്തിന്റെയും പറഞ്ഞ എല്ലാത്തിന്റെയും ഇത്തിരി തവാബിനെ ഞങ്ങൾ കുടുംബങ്ങൾ മരിച്ചു പോയ ഇവിടെ ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഴുവൻ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളിലേക്ക് എത്തിക്കണേ അല്ലാഹ്. برحمتك يا أرحم الراحمين يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم أبدا على حبيبك خير الخلق كلهم صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين وعلى ملائكتك الكرام المقربين وعلى أهل طاعتك أجمعين والحمد لله رب العالمين. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു ദിവസമാണ്. ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോൾ അലാറം വെക്കാൻ ആരും മറക്കണ്ട. 3:30 അലാറം വെച്ചിട്ട് എണീറ്റ് നേരത്തെ പള്ളിയിലേക്ക് വരണം. ഇനി ഇങ്ങനത്തെ രാവിലെ കൊല്ലം കഴിയണം. അല്ലാഹു തആല എന്തെങ്കിലും തൗഫീഖ് നൽകട്ടെ. ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.